ഹലോ മക്കളെ, ഹലോ ഹലോ മക്കളെ, ഹലോ ഹലോ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് മൈ ഡിയർ വൺസ്. എന്താടാ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്, കാണാം കാണല്ലടാ. വെൽക്കം ടു 90 പ്ലസ് ഇന്ത്യസ് ഫസ്റ്റ് അനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. എന്താണ് മക്കളെ ഇന്ന് നടക്കുന്നത്? എന്താണടാ ഇന്ന് നടക്കാൻ പോകുന്നത്? നമ്മുടെ റിവിഷൻ ആണ്. നമ്മുടെ മാത്സിന്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി? എല്ലാവരും റെഡിയാണോ? റെഡിയാണോടാ? എല്ലാവരും റെഡിയാണോ? വെൽക്കം ടു 90 പ്ലസ്. കേട്ടില്ലേ? യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്താ മക്കളെ നടക്കാൻ പോകുന്നത്? റിവിഷൻ ആണ്. നമ്മുടെ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ റിവിഷൻ ആണ്. എല്ലാവരും റെഡിയാണോ? അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ കിട്ടാത്തവരുണ്ടാവും, ഫസ്റ്റ് ചാപ്റ്ററിൽ ഡൗട്ട് ഉള്ളവരുണ്ടാവും, പഠിച്ചിട്ട് എന്തൊക്കെയോ ഡൗട്ട് ഉള്ളവരുണ്ടാവും. അപ്പൊ അവരുടെ ഒക്കെ ഡൗട്ട്സ് ഇന്ന് ക്ലിയർ ആക്കണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ റിവിഷൻ നിർത്തുള്ളൂ. റെഡിയല്ലേ മക്കളെ? എല്ലാവരും റെഡിയല്ലേ? ഗുഡ് ഈവനിങ്. ഹായ്, ഫൈൻ മക്കളെ. എന്റെ മക്കൾക്ക് സുഖല്ലേ? പഠിക്കാൻ തുടങ്ങിയോ മക്കളെ? പഠിക്കാൻ തുടങ്ങിയോ? പറഞ്ഞോ. കേൾക്കുന്നില്ലാന്നോ? ഇപ്പൊ കേൾക്കുന്നില്ല? ഹായ് ഫാത്തിമ, കേൾക്കുന്നില്ലേ? ഓക്കെടാ, സെറ്റ് ഓക്കെ ആണ്. യെസ്. ഓക്കെ മക്കളെ, പഠിക്കാൻ തുടങ്ങിയോ? എത്ര പേര് പഠിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞേ. മിസ് ഒന്ന് കാണട്ടെ. ആരൊക്കെ പഠിക്കാൻ കമന്റിൽ അടിച്ചേ. നീ യെസ്. പഠിക്കാൻ തുടങ്ങിയ ചോദിച്ചപ്പോ ചിലര് തലയൊക്കെ കറങ്ങുന്നുണ്ട്. മിസ് തല കറങ്ങുന്നു മിസ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാന്നൊക്കെ. ആണോടാ? ആണോ? പറയൂ എന്റെ മക്കളെ. പഠിക്കാൻ തുടങ്ങിയില്ലേ മക്കളെ? ഓഗസ്റ്റ് 10 എക്സാം ആണ്. സീരിയസ്നെസ്സോട് കൂടി ഇരുന്ന് പഠിക്കുക. സെറ്റല്ലേ? ആർക്കൊക്കെയോ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു മിസ്സേ ആ സീരിയസ്നെസ് ഇവിടെ വന്നിട്ടില്ല എനിക്കെന്ന് പറഞ്ഞു. വരണ്ടേ? ടൈം ഉണ്ടോ ഇനി അധികം? നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം, സെറ്റ് ആവണം. റിവിഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാം ഒക്കെ എഴുതി നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ആയിട്ട് വേണം പോവാൻ. തുടങ്ങാം മക്കളെ. ഏത് ചാപ്റ്ററിന്റെ റിവിഷൻ ആണ്? ഏത് ചാപ്റ്ററിന്റെ റിവിഷൻ ആണെന്ന് അറിയില്ലേ? യെസ്, ഫസ്റ്റ് ചാപ്റ്ററിന്റെ റിവിഷൻ ആണ് ഇന്ന്. എന്തായിരുന്നു പേര്? മറന്നുപോയോ? ഫ്രാക്ഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പാരലൽ ലൈൻസിനെ പറ്റി മറന്നുപോയോ? യെസ്, ഇല്ല. പാരലൽ ലൈൻസിന്റെ ആണ് ഇന്ന് നമ്മുടെ റിവിഷൻ. എക്സാമിന്റെ കാര്യം മിസ് പറയാ, എല്ലാവരും കേട്ടോളൂ. നമ്മൾ ഇന്ന് ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഒരു ആക്ടിവിറ്റി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുക, എക്സാം ആയിട്ട് തരുന്നുണ്ടാവുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് ഓരോ ആക്ടിവിറ്റിയും ഓരോ കാര്യങ്ങളും മിസ് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിൽ നിന്നുള്ള ഒരു ആക്ടിവിറ്റി തന്നെയായിരിക്കും എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യുക, മിസ് ക്വസ്റ്റ്യൻ ആയിട്ട് തരിക. അപ്പൊ അതെല്ലാവരും ആൻസർ ചെയ്യണം, എനിക്ക് അയച്ചു തരണം. അപ്പൊ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അത്രയും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് ഇരിക്കണം, മനസ്സിലാക്കണം. സെറ്റാണോ? അഭിജിത്തെ റെഡി അല്ലേ? പഠിക്കാം. സെറ്റ്. ഓക്കെ, എല്ലാവരും ഒരു ഓക്കെ പറഞ്ഞേ. സെറ്റാണ് മിസ്സേ, സെറ്റാണെന്ന് പറയൂ. യെസ്, സെറ്റാണ്. 2 പേര് ഇപ്പോഴേ ഡൗട്ട് ആയിട്ടാണ് തോന്നുന്നു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ ഒന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. ജൈന, പറ മോളെ. അയ്യോ, എന്തോ സച്ദീപ്, കയ്യിന് പുതിയ ഗ്ലൗസ് ഒക്കെ ഇട്ടുണ്ടല്ലോ, എന്താ പറ്റിയേ? വീണ? അയ്യോ, എവിടെ? സ്കൂളിലാ? അയ്യോ മോനെ, നന്നായി റെസ്റ്റ് എടുക്കട്ടോ. കൈ അനക്കണ്ടേ? ഓക്കെ ആണല്ലോ? എക്സാം ആവുമ്പോഴേക്ക് നമുക്ക് കൈ മാറാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം? അപ്പോഴേക്ക് മാറില്ലേ? റെഡി ആവുമെന്ന് പറഞ്ഞായിരുന്നോ?
ഓക്കെ, അപ്പൊ നന്നായിട്ട് റെസ്റ്റ് എടുക്കും കേട്ടോ, കൈ വല്ലാണ്ട് അനക്കണ്ട. ഓക്കെ ആണല്ലോ? ഓക്കെ, സെറ്റ് 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 മക്കളെ. ഓക്കെ, യെസ് ഫൈഹ, കോൾഡ് മാറിയിട്ടുണ്ട്, കുറച്ചുകൂടി മാറാനുള്ളൂ, എന്നാലും കുഴപ്പമില്ല, റെഡി ആയിട്ടുണ്ട്. യെസ്, ഓക്കെ. അതിരത്, അതിരത് പറയൂ. എന്താണ് ഓണാക്കാൻ പറ്റാത്തത്? ചാറ്റ് ബോക്സോ? മോനൊന്ന് ജസ്റ്റ് ഒന്ന് ലീവായി കയറി നോക്ക്, ചിലപ്പോ റെഡിയോ. അപ്പൊ എന്തെങ്കിലും പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ യെസ് കൊടുക്കും കേട്ടോ, ചാറ്റ് ബോക്സ് ആക്സസ് ചെയ്യാം. പെട്ടെന്ന് കയറണേ. ഓക്കെ, സെറ്റ്. ഓക്കെ മക്കളെ, നമ്മുടെ ചാപ്റ്റർ ആണ്. ഏതാണ് നമ്മുടെ ചാപ്റ്റർ? ചാപ്റ്റർ 1 പാരലൽ ലൈൻസിന്റെ റിവിഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നടത്തുന്നത്. ആർദ്ര, ആർദ്രക്ക് എന്തായിരുന്നു ആർദ്ര ഡൗട്ട്? ടീച്ചറെ, ഞാൻ എൻ്റെ അമ്മ വീട്ടിലാണ്, ഇപ്പൊ ബുക്കൊന്നും എടുത്തില്ലായിരുന്നു. ഓക്കെ, എവിടെയെങ്കിലും ഏതെങ്കിലും ബുക്കിൽ എഴുതാൻ പറ്റുമോ? ഒരു ബുക്കും കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ, സെറ്റ് മക്കളെ. മിസ് ചാപ്റ്ററിലോട്ട് പോവുകയാണ്. രേവതിക്ക് ഡൗട്ട് ആയിരുന്നോ? രേവതി, വർക്ക്ഷീറ്റിന്റെ ഉള്ളിലല്ലേ ആൻസർ എഴുതണ്ടേ? അല്ല, വർക്ക്ഷീറ്റ് സെക്ഷൻ അല്ല, വർക്ക്ഷീറ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു, വർക്ക്ഷീറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ കഴിഞ്ഞതായിരുന്നു പാരലൽ ലൈൻസിന്റെ. അതെന്താണ്, അത് വേറൊരു സെക്ഷൻ. പക്ഷെ ഇത് ത്രൂ ഔട്ട് ചാപ്റ്ററും നമ്മൾ ഡിസ്കസ് ചെയ്യും, പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതാണ് റിവിഷൻ എന്ന് പറയുന്നത്. വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി അതിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ്, അതിന്റെ സെക്ഷൻ നമ്മൾ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പൊ ആ വർക്ക്ഷീറ്റിന്റെ സെക്ഷൻ ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് മിസ്സിനോട് അതിന്റെ റെക്കോർഡ് ചോദിച്ചിട്ട് കാണണം. സെറ്റ് ആണല്ലോ? ലെറ്റ്സ് മൂവ് ടു അവർ റിവിഷൻ പാർട്ട് ഓഫ് പാരലൽ ലൈൻസ്. നോക്കാം മക്കളെ, പാരലൽ ലൈൻസിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? എന്താണ് പാരലൽ ലൈൻസ് എന്ന് പഠിച്ചു. ടൈപ്സ് ഓഫ് ആംഗിൾസ് ഇൻ പാരലൽ ലൈൻസ്, പാരലൽ ലൈൻസിൽ ഉണ്ടാകുന്ന ആംഗിൾസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? കറസ്പോണ്ടിങ് ആംഗിൾ, alternate angle, co-interior angles, co-exterior angles. ഇത്രയും ആംഗിൾസിനെ പറ്റി നമ്മൾ പഠിച്ചു. ലാസ്റ്റ് ആംഗിൾസ് ഓഫ് ട്രയാംഗിൾസ് നമ്മൾ പഠിച്ചു. സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മിസ് ഒന്നുകൂടെ ബ്രീഫ് ആയിട്ട് എല്ലാവർക്കും വേണ്ടി ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ബുക്ക് ഉള്ളവരെല്ലാവരും പുസ്തകത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തായാലും എഴുതണം. മിസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തായാലും എഴുതണം. ബുക്ക് ഇല്ല മക്കളെ, ബുക്ക് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? പുറത്തുള്ളവരാണോ, ഏതെങ്കിലും പുറത്ത് നിൽക്കുന്നവരാണോ? അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ക്ലാസ് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ റെക്കോർഡ് വാങ്ങി കാണുക. അല്ലാന്നുണ്ടെങ്കിൽ പഠിക്കുന്ന ടൈമിൽ ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ് ടീച്ചേഴ്സിന് മെസ്സേജസ് അയക്കുക. റെഡിയാണോ? സെറ്റ് ആണോ? തുടങ്ങാം. മിസ്സേ, ഞങ്ങൾ റെഡി ആയി. എല്ലാവരും ഒരു ഓക്കെ പറഞ്ഞേ, സെറ്റ് ആണ് എന്നുള്ളത് ഒരു ഓക്കെ പറഞ്ഞേ. യെസ്, എല്ലാം പറയൂട്ടോ. തെറ്റാണ് മക്കളെ. എന്താണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ് മക്കളെ പാരലൽ ലൈൻസ്? രണ്ട് ലൈൻസ്, പാരലൽ ലൈൻസ് ആർ ബോത്ത് ലൈൻസ്. എന്തായിരുന്നു? അവരൊരിക്കലും എന്ത് ചെയ്യില്ല, പാരലൽ ലൈൻസ് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ഇന്റർസെക്ട് ചെയ്യാത്ത ഒരേ ഡിസ്റ്റൻസ് കീപ് ചെയ്തു പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. സെറ്റാണോ? സെറ്റാണോടാ? യെസ്. ഒരിക്കലും എവിടെ വെച്ച് ഇവരെന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. നെവർ ഇന്റർസെക്ട്. ഒരിക്കലും ഇവരെന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. മാത്രമല്ല രണ്ട് ലൈൻസ് പാരലൽ ലൈൻസ് ആണെങ്കിൽ അവയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. മക്കളെ ശ്രദ്ധിക്കൂ, മിസ് ഇവിടെ ഒരു ലൈൻ വരച്ചു, AB എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. അതിന്റെ തൊട്ട് താഴെ മിസ് അടുത്ത ലൈൻ വരച്ചു, CD എന്ന് പറയുന്നത്. ഈ AB എന്ന് പറയുന്ന ലൈനും CD എന്ന് പറയുന്ന ലൈനും പാരലൽ
ലൈൻസ് ആണെങ്കിൽ ഇവ ഒരിക്കലും എന്ത് ചെയ്യില്ല, നെവർ ഇന്റർസെക്ട്, ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. രണ്ടാമത്തത് എ ബി എന്ന് പറയുന്ന ലൈനിന്റെയും സി ഡി എന്ന് പറയുന്ന ലൈനിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. ആ ലൈൻ എത്രത്തോളം നീളമുണ്ടോ അത്രത്തോളം അതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. നോട്ടിലാണോ എഴുതേണ്ടത്? യെസ്, നോട്ടിലാണ് എഴുതേണ്ടത്. ഇതൊന്നും നിങ്ങൾ എഴുതണ്ട, കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തതാണ്, പഠിച്ച കാര്യങ്ങളാണ്. മിസ് പറയുന്നത്, അതായത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അത് എഴുതിയാൽ മതി. സെറ്റ് മക്കളെ, എന്താണ് പാരലൽ ലൈൻസ് എന്നുള്ളത് മനസ്സിലായോ? മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണം. ഒരിക്കലും കൂട്ടിമുട്ടില്ല, അതായത് ചെരിഞ്ഞോ വളഞ്ഞോ ഒന്നും ആയിരിക്കില്ല ഈ ലൈൻസ്. ഇങ്ങനെ പോകുന്ന ലൈൻ പാരലൽ ലൈൻസ് ആണോ? ഇത് പാരലൽ ലൈൻസ് ആണോ? ചാറ്റിൽ വരട്ടെ, ചാറ്റിൽ വരട്ടെ. നോ. എന്തുകൊണ്ട് നോ? എന്തുകൊണ്ടാണ് നോ ആയത്? എന്തുകൊണ്ടാണ് നോ ആയത്? യെസ്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, പിറകിലോട്ട് നമ്മൾ ഇതിങ്ങനെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പോയിന്റിൽ ഇത് കൂട്ടിമുട്ടും. ഇങ്ങനെ പോകുന്ന ഒരിക്കലും ഇത് പാരലൽ ലൈൻസ് ആണോ? ഈ രണ്ട് ലൈൻസും പാരലൽ ലൈൻസ് ആണോ? ആണോ? ആണോ ലിതിയ? ഇത് പാരലൽ ലൈൻസ് ആണോ? യെസ്, അല്ല, കറക്റ്റ് ആണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അല്ലാത്തത്? ഈ ലൈൻ എന്ത് ചെയ്യും, കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കൂട്ടിമുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് ലൈൻസ് ആണ്. മാത്രമല്ല, ഏത് സൈഡിൽ നിന്ന് നമ്മൾ എടുത്തു നോക്കിയാലും അവയുടെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾവേസ് സെയിം ആയിരിക്കും. സെറ്റ് ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി നമ്മൾ ആംഗിൾസിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ മുമ്പ് എന്റെ മക്കൾ ശ്രദ്ധിക്കുക, എന്റെ മക്കൾ ശ്രദ്ധിക്കുക. ഒരു ലൈനിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റിലാണ് എന്തുണ്ടാവുന്നത്, ആംഗിൾസ് ഉണ്ടാവുന്നത്. ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു ലൈനിനെ എന്ത് ചെയ്തു, സി ഡി എന്ന് പറയുന്ന വേറൊരു ലൈൻ കട്ട് ചെയ്തു. കട്ട് ചെയ്ത രണ്ട് ലൈൻസും കൂട്ടിമുട്ടുന്നത് ഈ ഒരു പോയിന്റിലല്ലേ? അല്ലേടാ? അല്ലേ? ആ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് ആംഗിൾസ് ഉണ്ടാവുന്നത്. ഇതാ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി, ഇവിടെ അടുത്ത ആംഗിൾ ഉണ്ടായി. 4 ആംഗിൾസ് ഉണ്ടായി. ഒരു ലൈനിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റിൽ, മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിലായിരിക്കും എന്തുണ്ടാവുക, ആംഗിൾസ് ഫോം ചെയ്യുക. ഒരു ലൈന് വേറൊരു ലൈനിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ 4 ആംഗിൾസ് ഉണ്ടായിരിക്കും. സെറ്റല്ലേ? സെറ്റല്ലേ? ആർമിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? യെസ്, എന്തുണ്ടായി, ആംഗിൾ ഉണ്ടായി. ആരുഷേ, ആരുഷ് എന്താ താഴോട്ട് നോക്കിയിരിക്കുന്നേ? ഇങ്ങോട്ട് നോക്കിയിരിക്കടാ, ഇങ്ങോട്ട് നോക്ക്. യെസ്, സെറ്റ് 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 സെറ്റ്. ഓക്കെ ആണല്ലോ. 4 ആംഗിൾസ് ഉണ്ടായി. ഈ ആംഗിൾസ് എങ്ങനെ കാണാ എന്ന് മിസ് പറഞ്ഞു തരാം. സമീക്ഷ ശ്രദ്ധിക്കുന്നില്ലേ? പാരലൽ ലൈൻസിന്റെ ചാപ്റ്റർ കിട്ടാത്തവരുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. കൈലാസെ ശ്രദ്ധിക്കുന്നില്ലേ? അതിനാൽ അഖിൽ കൃഷ്ണ താഴെ എന്താ മോനെ? താഴെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കൂ. യെസ്, ഓക്കെ ആണ്. എല്ലാവരും നോക്കിയിരുന്നോളൂ. എന്താണ്, എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാട്ടോ. ഇവിടെ നോക്ക് മക്കളെ, ഒരു ലൈന് വരച്ചു, ആ വേറൊരു ലൈന് കട്ട് ചെയ്തു. ഇവിടെ എന്താണ് ആംഗിൾ? എന്താണ് ഈ ആംഗിളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്മോൾ ആംഗിൾ അല്ലേ? ഇതൊരു സ്മോൾ ആംഗിൾ അല്ലേ? ഇത് ഈ രണ്ട് ആംഗിളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ചെറുതും ഇത് വലുതും അല്ലേ? ആണോ ഇഷാനെ? ഇഷാൻ എന്താ തോന്നുന്നത്? ഇത് ചെറുതും ഇത് വലുതായിട്ടല്ലേ തോന്നുന്നത്? യെസ്, ഓക്കെ. ഇത് സ്മോൾ ആംഗിൾ ആണ്, ഇത് കുറച്ചുകൂടെ ലാർജ് ആംഗിൾ ആണ്. അതുപോലെ തന്നെ ലൈനിന്റെ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇത് മുകൾ ഭാഗം, ഇത് താഴെ ഭാഗം. താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയും എന്തുണ്ട്, ഒരു ലാർജ് ആംഗിൾ ഉണ്ട്. ഇവിടെ എന്തുണ്ട്, ഒരു സ്മോൾ ആംഗിൾ ഉണ്ട്. മക്കളെ, ഒരു ലൈനിനെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ആരവേ? ഓക്കെ. ഒരു ലൈനിനെ വേറൊരു ലൈന് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്മോൾ ആംഗിളും ഉണ്ടാവും, ഒരു ലാർജ് ആംഗിളും ഉണ്ടാവും. മുകളിലും ഉണ്ടാവും, താഴെ
ഉണ്ടാവും. ദാ ഈ അപ്പർ സൈഡിലും ഒരു സ്മോൾ ആംഗിളും ഒരു ലാർജ് ആംഗിളും ഉണ്ടായി. അതുപോലെ തന്നെ താഴെ സൈഡിലും ഒരു ലാർജ് ആംഗിളും ഒരു സ്മോൾ ആംഗിളും ഉണ്ടായി. അങ്ങനെയാകുമ്പോൾ ശ്രദ്ധിച്ചോ, എന്താണ് ഈ രണ്ട് സ്മോൾ ആംഗിളിന്റെയും വാല്യൂ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഈ ലാർജ് ആംഗിളിന്റെയും താഴെ കിടക്കുന്ന ഈ ലാർജ് ആംഗിളിന്റെയും വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ ആണോ? മനസ്സിലായോ? ഹയാന് മനസ്സിലായോ? ഹയാനെ മനസ്സിലായോ? യെസ്, ഓക്കെ ആണ്. ഇനി ശ്രദ്ധിക്കുക. ജോയലെ ശ്രദ്ധിച്ചോ, അതിരതയെ ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഒരു സ്മോൾ ആംഗിളും ഒരു ലാർജ് ആംഗിളും തമ്മിൽ സമ്മ ചെയ്യുമ്പോൾ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? സെറ്റാണോ? ഒരു ലൈനിനകത്ത്, അതായത് നോക്ക് മക്കളെ, ഈ ഒരു ലൈൻ ഇതാ ഇവിടെ മിസ് ചെയ്ത ഈ 2 പോയിന്റ് മാർക്ക് ചെയ്ത ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ലൈനിന്റെ മുകളിൽ ഒരു സ്മോൾ ആംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ലാർജ് ആംഗിളും ഉണ്ട്. ഈ സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 180 ഡിഗ്രി ആയിരിക്കും. സെറ്റായോ? അൻവിക ആൻഡ് ആരിക, അൻവിക ആൻഡ് ആരിക, നിങ്ങൾ എവിടെയാ മക്കളെ? ചെയർ ആണല്ലോ ക്ലാസ് കാണുന്നത്. ഓക്കെ. സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും സം ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഡാരിയ, ഡാരിയ എന്താ ചെയ്യുന്ന ഡാരിയ? ഇങ്ങോട്ട് 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 തരി. ഓക്കെ, സെറ്റാണ്. ഇനി മക്കളെ അടുത്ത കാര്യം ശ്രദ്ധിച്ചോ. ഇപ്പൊ മിസ് ഒരു കാര്യം പറഞ്ഞു, ഇനി എല്ലാവരും ഒന്നും കൂടെ ശ്രദ്ധിക്കണേ. ഇവിടെ നോക്കടാ, ഈ ലൈൻ, അതായത് മിസ് ഇവിടെ മാർക്ക് ചെയ്തു, ഈ ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാ ഇവിടെ കിടക്കുന്നതാ ഇങ്ങനെ ഒരു ലൈൻ കണ്ടോ, ഇങ്ങനെ ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ഒരു സ്മോൾ ആംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ദാ ഇവിടെയും ഒരു ലാർജ് ആംഗിൾ ഉണ്ട്. ഈ സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും രണ്ട് ആംഗിളിന്റെയും വാല്യൂ 180 ഡിഗ്രി കിട്ടും. സെറ്റാണോ? സെറ്റാണോ? ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായോ? ആദിത്യന് മനസ്സിലായോ? യെസ്, ആദിത്യൻ മനസ്സിലായോ? ആദിത്യന് മനസ്സിലായോ? ആദിത്യ ചെറുതായിട്ടാണ് മനസ്സിലായത്. മനസ്സിലായോ? ഓക്കെ. ധ്യാന്റെ മനസ്സിലായോ? യെസ്, ഓക്കെ ആണ് മക്കളെ. എന്നാൽ ധ്യാൻ ഇവിടെ? ധ്യാൻദേവല്ല, ധ്യാൻ. ധ്യാനെ കാണില്ലല്ലോ. ചെയറാണ് ധ്യാനെ ക്ലാസ് കേൾക്കുന്നത്. നീ എവിടെയാ? അതാ ഓടി വരുന്നു. എവിടെ പോയി? ഓക്കെ. ശ്രദ്ധിക്കൂ മക്കളെ, ശ്രദ്ധിക്കൂ. യെസ്, ഓക്കെ ആണല്ലോ. ലിതിയ മനസ്സിലായില്ലേ? യാസ്മിൻ ശ്രദ്ധിക്കുന്നില്ലേ? യെസ്, ഓക്കെ ആണ് മക്കളെ. കുറെ പേര് ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിരിക്കുന്നു. ഓൺ ചെയ്തേ, ഓൺ ചെയ്തേ. ഓൺ ചെയ്യട്ടെ. ഫാത്തിമ, നജാർ, ദേവഭദ്ര, ശിവഗംഗ, ദിയ. മോശം മോശം. ക്യാമറ ഓൺ ചെയ്യൂ, ക്യാമറ ഓൺ ചെയ്യൂ മക്കളെ. യെസ് യെസ് യെസ്, ഓക്കെ, സെറ്റാണ്. ഇപ്പൊ സെറ്റായി. ഓക്കെ മക്കളെ, മിസ് ഒരു ക്വസ്റ്റ്യൻ തരാം. എന്റെ മക്കൾ പെട്ടെന്ന് ചെയ്തു നോക്കണേ, സ്പീഡായിട്ട് ചെയ്തു നോക്കണേ. ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്തു. സ്മോൾ ആംഗിൾ ഉണ്ടായിട്ടുണ്ട്, ലാർജ് ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ, പോട്ടെ 35 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ? പറയൂ, എത്രയായിരിക്കും? എത്രയായിരിക്കും? വേഗം പറയൂ, ഞാൻ ഓരോരുത്തരെ വിളിക്കും. ഓക്കെ, ഞാൻ ഓരോരുത്തരെ റൗണ്ടായിട്ട് വിളിക്കാണ്. രേവതി പറയൂ, രേവതി. ഈ കാണുന്ന ആംഗിൾ 35 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? എന്തായിരുന്നു ക്യാമറ ഇതിന് ഓഫ് ചെയ്യുന്നത്? രേവതി ആൻസർ പറ. ഈ ആംഗിൾ 35 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഓപ്പോസിറ്റ് അല്ല, തൊട്ടടുത്ത് കിടക്കുന്ന ആംഗിൾ. 130യോ? എങ്ങനെയാ ചെയ്യുക?
ഇത് സ്മോൾ ആംഗിൾ ആണ്, ഇത് ലാർജ് ആംഗിൾ ആണെന്ന് മിസ് പറഞ്ഞു. ഈ സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? ശ്രദ്ധിച്ചില്ല, ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല. എവിടെയായിരുന്നു? രേവതി ഇമ്പോസിഷൻ എഴുതിക്കട്ടോ. സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും ഒരു ലൈൻ കട്ട് ചെയ്തുണ്ടാവുന്ന സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും സം ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. ഓക്കെ ആണല്ലോ. ലീനിയർ ആംഗിൾ, കൊലീനിയർ ആംഗിൾ എന്ന് പറയും. ഇവിടെ ഇത് രണ്ടിന്റെ സം ആണ് 180. ഈ ആംഗിൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 35 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 35 ഡിഗ്രി. ആൻസർ എത്ര കിട്ടുവടാ? 5 വരും. 7 3 പോയാൽ 4 വരും. 145 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായോ? 145 ഡിഗ്രി എന്ന് കിട്ടും. ഈ 145 ഡിഗ്രി തന്നെയായിരിക്കും താഴെ, അതിന്റെ നേരെ താഴെയായിട്ട് വരുന്ന ക്രോസ് ചെയ്ത് വരുന്ന ആംഗിൾ. ഈ ലാർജ് ആംഗിളും 145 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ നേരെ കാണുന്ന ഈ സ്മോൾ ആംഗിളും 35 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ദേവതിക്ക് മനസ്സിലായോ? ദേവന? ഓക്കെ. രേവതിക്ക് മനസ്സിലായി. ഓക്കെ. ഇനി തെറ്റിക്കരുതേ. ഓക്കെ മക്കളെ, ഇത് സെറ്റ് അല്ലേ? യെസ്, കറക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ ആണടാ. നോക്കാം. ഇവിടെ 2-3 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മക്കളെ, മിസ് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 4 ആംഗിൾസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ. ഓക്കെ ആണല്ലോ. ഒരു ലൈനിനെ വേറൊരു ലൈന് കട്ട് ചെയ്താൽ ഉണ്ടാകുന്ന സ്മോൾ ആംഗിൾ സെയിം ആയിരിക്കും. ഇത് സ്മോൾ ആംഗിൾ ആണ്, ഇത് സ്മോൾ ആംഗിൾ ആണ്. ഈ രണ്ട് സ്മോൾ ആംഗിളിന്റെ വാല്യൂ 35 അല്ലേ കിട്ടിയത്? അപ്പൊ അതെന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഈ ലാർജ് ആംഗിളും 145 ഡിഗ്രി ആയിരുന്നു. കാരണം ഇവിടെ 35 ഡിഗ്രി ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? ലാർജ് ആംഗിൾസും എന്തായിരിക്കും? ഒരേ വാല്യൂ ആയിരിക്കും, സെയിം ആയിരിക്കും. സെറ്റായോ? ഓക്കെ. ഇനി നെക്സ്റ്റ് കാര്യമാണ് പറയുന്നത്. നമ്മൾ ഒരു ലൈനിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി പാരലൽ ആയിട്ടുള്ള 2 ലൈൻസ്, ഇത് രണ്ടും ABCD എന്ന് പറയുന്ന പാരലൽ ആയിട്ടുള്ള ലൈനിനെ വേറൊരു ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറച്ച് പെയർ ഓഫ് ആംഗിൾസ് ഉണ്ട്. ഈ ആംഗിളും ഇവിടെ കാണുന്ന ഈ ആംഗിളും ഇവിടെ കാണുന്ന ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇങ്ങനെയുള്ള ആംഗിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക? കറസ്പോണ്ടിങ് ആംഗിൾ. അതായത് പാരലൽ ലൈൻസിന്റെ മുകളിൽ രണ്ടും കട്ട് ചെയ്ത ലൈനിന്റെ റൈറ്റ് സൈഡിൽ ഒരേ പൊസിഷനിലായിട്ട് വരുന്ന 2 ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആംഗിളും സെയിം ആയിരിക്കും. ഈ ആംഗിളും സെയിം. ഞാൻ 2 ടിക്കറ്റ് ഈ ആംഗിളും 2 ടിക്കറ്റ് ഇവിടുത്തെ ആംഗിളും സെയിം. അതുപോലെ തന്നെ ഇനി മിസ് കളർ മാറ്റി വരയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ ഈ ഒരു ഓറഞ്ച് എടുത്തു. ഈ ഓറഞ്ച് കണ്ടോ? ഈ ആംഗിളും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആംഗിളും സെയിം ആയിരിക്കും. ഇങ്ങനെയുള്ള ആംഗിൾസിനെ ആണ് നമ്മൾ എന്ത് പറയാ? കറസ്പോണ്ടിങ് ആംഗിൾ. ഈ ഒരു ടിക്കറ്റ് ഇവിടെ ഞാൻ ഒരു ടിക്കറ്റു, ഈ ആംഗിളിന് കറസ്പോണ്ട് ആയിട്ടുള്ള ആംഗിൾ ആണ് ഈ ആംഗിൾ. ഓക്കെ ആണല്ലോ. 1 ഞാൻ 1 എഴുതിയ 2 ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. 2 എന്ന് എഴുതിയ 2 ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. 3 എന്ന് എഴുതിയ 2 ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. 4 എന്ന് എഴുതിയ 2 ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. മനസ്സിലായോ? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 2 പാരലൽ ആയിട്ടുള്ള ലൈനിനെ വേറൊരു ലൈന് കട്ട് ചെയ്യുമ്പോൾ ഒരേ പൊസിഷനിനകത്ത് ഒരേ പ്രൊപ്പോർഷനിൽ ഉണ്ടാവുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയാ? കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയാ. റയാൻജോ മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്, ഓക്കെ ആണ്. സെറ്റല്ലേ മക്കളെ? ഇതിനു മുമ്പുള്ള സ്ലൈഡ് മനസ്സിലായില്ല. ലിതിയ, ഒരു ലൈൻ വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ആംഗിൾ ആണോ മനസ്സിലാവാത്തെ? യെസ് മോളെ, ഒന്ന് നിക്കൂട്ടോ. ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ ആണല്ലോ.
ഇനി നെക്സ്റ്റ് അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താ വെച്ചാല് ഒരാൾ മുകളിലാണെങ്കിൽ ആ ആളും മുകളിലായിരിക്കും, മറ്റേ ആളും മുകളിലായിരിക്കും. ഒരാൾ റൈറ്റ് സൈഡിലാണെങ്കിൽ മറ്റേ ആളും റൈറ്റ് സൈഡിൽ തന്നെ ആയിരിക്കും. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ആംഗിൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ആംഗിളിന്റെ പേരാണ് എന്ത് മക്കളെ? ആ ആംഗിളിന്റെ പേരെന്താണ്? എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ. ഓൾട്ടർനേറ്റ് പേര് പോലെ തന്നെ മക്കളെ മിസ് ഇവിടെ ഒരു ആംഗിൾ എഴുതി. മിസ് ഒരു സൂത്രവാക്യം പറഞ്ഞു തന്നായിരുന്നു. ഇസഡ് എൻ, തലതിരിഞ്ഞ എൻ, തലതിരിഞ്ഞ ഇസഡ്. ഈ ഷേപ്പിലൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ലൈൻസിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഈ കാണപ്പെടുന്ന ഷേപ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഉണ്ടാവും എന്നുള്ളത്. മക്കളെ മിസ് ഇവിടെ വരയ്ക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇതാ കണ്ടോ? ഇത് കണ്ടോ? ഇത് ഏകദേശം ഒരു സെഡിനെ പോലെ ഇല്ലേ? ഏകദേശം ഒരു സെഡിനെ പോലെ ഇല്ലേ? അപ്പൊ ഇവിടെ കാണുന്ന അതേ ആംഗിൾ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി മക്കൾ വേറൊന്ന് ശ്രദ്ധിക്കുക. ഈ പൊസിഷൻ കണ്ടോ? ഇവിടെ വരുന്ന അതേ ആംഗിൾ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഈ യെല്ലോയിൽ മാർക്ക് ചെയ്ത് ഇവിടെ 1 1 എന്ന് എഴുതിയതും ഇവിടെ നമുക്ക് 2 2 എന്ന് എഴുതിയതും തമ്മിൽ എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും. ജൈന ശ്രദ്ധിക്കുക, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും. മനസ്സിലായോ? ഓൾട്ടർനേറ്റ് ആംഗിളിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കണേ മക്കളെ, മിസ് ഈ 1 മാർക്ക് ചെയ്തത് നോക്കണേ. ഒരാൾ താഴെയാണ് നിൽക്കുന്നത്, പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ താഴെയാണ് നിൽക്കുന്നത്. മറ്റേ ആൾക്ക് ഈ 1 എഴുതി കൊടുത്ത് നോക്ക്, ഇയാളെ മുകളിലാണ് നിൽക്കുന്നത്. ഒരാള് കട്ട് ചെയ്ത ലൈനിന്റെ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത ലൈനിന്റെ എന്താണ്? റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്ക്, ഇത് നോക്ക്, കട്ട് ചെയ്ത ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ആര് കാണിക്കുന്നുണ്ടാവുക? ഒരു ഓൾട്ടർനേറ്റ് ആംഗിൾ കാണിക്കുന്നുണ്ടാവുക. സെറ്റാണോ? Z is called alternate. Z എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പിൽ വരാം, ഈ ഷേപ്പിൽ വരാം. ഒരു ചെറിയ സെഡിന്റെ ചായ്വ് മതി. എന്താവണം? പാരലൽ ലൈൻസിന്റെ ഇടയിലാവണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? റെഡി ആയോ? ഓക്കെ ആയോ? യെസ്, ഓക്കെ ആയി എന്ന് പറയുന്നു. പ്രോബ്ലംസ് ചെയ്യുമ്പോ ഡൗട്ട് ഉണ്ടാവോ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? ഇനി കോ ഇന്റീരിയർ ആംഗിൾസ് ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. 2 ആംഗിൾസിനെ പറ്റിയാണ് മിസ് പറയാൻ പോകുന്നത്. കോ ഇന്റീരിയർ ആൻഡ് കോ എക്സ്റ്റീരിയർ. മക്കളെ 2 പാരലൽ ലൈൻസ്. ഈ 2 പാരലൽ ലൈൻസിനെ വേറൊരു ലൈന് കട്ട് ചെയ്തു. അങ്ങനെയാകുമ്പോൾ ഈ 2 പാരലൽ ലൈൻസിന്റെ ഉൾഭാഗത്തായിട്ടുണ്ടാവുന്ന ഈ പെയർ ഓഫ് ആംഗിളിനെ എന്ത് പറയും? കോ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയും. ഉള്ളിലായിരിക്കും ഉണ്ടാവുക, ഒരേ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. കണ്ടോ? ഈ 2 ആംഗിൾ എന്താണ്? ഉള്ളിലാണ് പ്ലസ് റൈറ്റ് സൈഡിലാണ്. ഇതാണ് എന്ത്? ഒരു സെറ്റ് ഓഫ് കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു സെറ്റ് ഓഫ് കോ ഇന്റീരിയർ ആംഗിൾസ് ഉണ്ട് മക്കളെ. ഇവിടെ കണ്ടോ? റൈറ്റ് സൈഡിലല്ല, ലെഫ്റ്റ് സൈഡില്. ഇതും എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾ ആണ്. ഒരു സെറ്റ്, ഒരു പാരലൽ ലൈൻസിന്റെ പെയറിനെ വേറെ കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ 2 സെറ്റ് കോ ഇന്റീരിയർ ആംഗിൾസ് ഉണ്ടാവും. ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. ഓക്കെ ആണോ? ഇത് രണ്ടും എന്താണ് വന്നിട്ടുള്ളത്? ലെഫ്റ്റ് സൈഡിനകത്താണ് വന്നിട്ടുള്ളത്. ഇത് രണ്ടും റൈറ്റ് സൈഡിനകത്ത്, ഇത് രണ്ടും ലെഫ്റ്റ് സൈഡിനകത്ത്. ഒരു പ്രത്യേകത കൂടിയുണ്ട് മക്കളെ. കോ ഇന്റീരിയർ ആംഗിൾസിനെ നമ്മൾ സമ്മ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ആദ്യം പഠിച്ചു, ഒരു ലൈനിനെ കട്ട് ചെയ്യുമ്പോൾ സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും ഉണ്ടാകും. ആ സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും സമ്മ് ചെയ്താൽ കിട്ടുന്നത് 180 ആയിരിക്കും. അപ്പോ എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണ്. ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ പെയറായിട്ട് വരുന്ന കോ ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ആംഗിളിനെ 180യിൽ നിന്നും മൈനസ് ചെയ്താൽ മതി. കോ ഈസ് മീൻഡ് കറസ്പോണ്ടിങ് ആംഗിൾ. ഐ ആം റൈറ്റ് ഓർ റോങ്? നോ. കോ എന്ന് പറഞ്ഞാൽ സഹകരിക്കുക. കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് കേട്ടിട്ടുണ്ടോ?
കോപ്പറേറ്റീവ് ബാങ്ക് അങ്ങനെ കേട്ടിട്ടുണ്ടോ? സഹകോണുകൾ എന്നാണ് കേട്ടോ പറയാ. കോ മീൻസ് സഹകരിക്ക, ആ ഒരു അർത്ഥത്തിലാണ് അത് വരുന്നത്. കോൺ മീൻസ് കറസ്പോണ്ടിങ് അല്ല. ഓക്കെ ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ മക്കളെ. അപ്പൊ എന്റെ മക്കൾക്ക് ഒരു ക്വസ്റ്റ്യൻ മിസ് തരാം. 2 ആംഗിൾ തന്നു. ഇവിടെയുള്ള ആംഗിൾ 80 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിളിന്റെ വാല്യൂ എത്ര എന്ന് ചോദിച്ചാൽ എത്ര ആൻസർ പറയും? വേഗം ചാറ്റ് ബോക്സിലിട്ടെ. ഈ ആംഗിളിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കറസ്പോണ്ടിങ് കറസ്പോണ്ടിങ് ആംഗിൾ ഇത് എവിടെയാണ് കിടക്കുന്നത്? താഴെ. അപ്പൊ ആ ആൾ എവിടെയായിരിക്കും? താഴെ ആയിരിക്കും. ഇത് റൈറ്റ് സൈഡിലാണ്, ആ ആളും റൈറ്റ് സൈഡിലായിരിക്കും. സെയിം വാല്യൂ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിളും എന്തായിരിക്കും? ഒരേ വാല്യൂ ആയിരിക്കും കാണുന്നത്. കോ ഇന്റീരിയറും കോ എക്സ്റ്റീരിയറുമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് കാണിക്കുക. പക്ഷെ സമ്മ ചെയ്താൽ എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇപ്പൊ മനസ്സിലായോ? ഇനി അങ്ങനെ എന്റെ മക്കൾ ഒരു കാര്യം കൂടെ പറ. ഇതിന്റെ കോ ഇന്റീരിയർ ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ കോ ഇന്റീരിയർ ആംഗിൾ എത്രയായിരിക്കും? വേഗം പറഞ്ഞേ. ഞാൻ ആരെങ്കിലും ഒരാളെ വിളിക്കട്ടെ. അഭിജിത്ത് പറ. അഭിജിത്ത്, ഇതിന്റെ കോ ഇന്റീരിയർ ആംഗിളിന്റെ വാല്യൂ എത്ര? 100. യെസ് കറക്റ്റ്, വെരി ഗുഡ്. തലതിരിച്ച് പിടിച്ചേ. തിരിഞ്ഞു പോയടാ. ഓട്ടോമാറ്റിക് ഓഫ് ചെയ്യും. യെസ് കറക്റ്റ് ആയി. ഇനി അടുത്തത് ആറിന് എത്ര കിട്ടിയത്? ഇതിന്റെ കോ ഇന്റീരിയർ ആംഗിൾ എത്ര കിട്ടിയത്? 100 കിട്ടിയല്ലേ? ഇതാണോ, ഇവിടെയാണോ കോ ഇന്റീരിയർ ആംഗിൾ വരുന്നത്? എവിടെയാ വരുന്നത്? ഇവിടെയാണോ ഇതിന്റെ കോ ഇന്റീരിയർ ആംഗിൾ വരുന്നത്? ഇവിടെയാ? ഇവിടെയല്ല, ഇവിടെയാണല്ലേ? അയ്യോ പോയി. ഇവിടെ 80 ഡിഗ്രി വന്നു. ഇതിന്റെ കോ ഇന്റീരിയർ ആംഗിൾ എവിടെയാ വരുന്നത്? ഇവിടെയാ? 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 ഇവിടെയാണല്ലേ വരുന്നത്? എന്റെ കയ്യിൽ നിന്ന് അടി നിനക്ക് കിട്ടും. എവിടെയാണ് കോ ഇന്റീരിയർ ആംഗിൾ വരുന്നത്? ഇന്റീരിയർ, ഉള്ളില്. എവിടെ? ഒരേ സൈഡിലുള്ളില്. ഇതിന്റെ കോ ഇന്റീരിയർ ആംഗിൾ വരുന്നത് ഇവിടെയാണ്. കേട്ടാ? അടി കിട്ടും നിനക്ക് എന്റെ കയ്യിൽ നിന്ന്. മനസ്സിലായോ? ഇമ്പോസിഷൻ എഴുതിക്കട്ടോ. ഇമ്പോസിഷൻ എഴുതിക്കോ. കോ ഇന്റീരിയർ ആംഗിൾ വരുന്നത് എങ്ങനെയാ? 2 പാരലൽ ലൈൻസിന്റെ അകത്ത് ഒരേ സൈഡിലായിട്ട്. സെറ്റ് എന്നിട്ട് ഇവിടെ 80 മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ 100 മാർക്ക് ചെയ്യുക. ഇത് കോ ഇന്റീരിയർ ആംഗിൾ ആണെന്ന് എഴുതുക. സെറ്റ് ആയോ? ഓക്കെ. മോന്റെ ക്ലാസ് ടീച്ചർ ആരായിരുന്നു? ആരാ? ഞാൻ പറഞ്ഞോളാട്ടാ. ഓക്കെ സെറ്റ്. ഓക്കെ മക്കളെ, ഇനി മറക്കുവാടാ. യെസ് ഓക്കെ. യജ്നന്ദ ഐ നോ. ഞാൻ എന്തറിയോ അവരെ വിളിച്ചത് എന്തുകൊണ്ടറിയോ? അവനിടയിൽ ക്ലാസ്സിന്റെ ഇടയിൽ അവൻ എന്ത് ചെയ്യുന്നു? ശ്രദ്ധിക്കാതിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ ചാറ്റിൽ ഇടുന്ന ഓരോ ആൻസറും മിസ് കാണുന്നുണ്ട്. അതെന്താണ്? മിസ് പറയുന്നത് മനസ്സിലായതുകൊണ്ടല്ലേ നിങ്ങൾ ആൻസർ ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ? എല്ലാവരും ഞാൻ വിളിക്കും. നമുക്കിനി ക്വസ്റ്റ്യൻസ് വരുന്നേ ഉള്ളടാ. മക്കളെ, കോ ഇന്റീരിയർ ആംഗിൾസ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോ എക്സ്റ്റീരിയർ. കോ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഉള്ളിലാണെങ്കിൽ, കോ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ പുറത്തായിരിക്കും. ഈ 2 ആംഗിൾസ് മനസ്സിലായോ? ഇതെന്താണ്? റൈറ്റ് സൈഡിലുള്ള കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. കോ എക്സ്റ്റീരിയറിന്റെയും കോ ഇന്റീരിയറിന്റെയും ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി തന്നെയായിരിക്കും. ഈ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ട വാല്യൂ 180 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ
പുറത്ത് വരുന്ന ആംഗിൾസ് പാരലൽ ആയിട്ടുള്ള ലൈൻസിനെ വേറൊരു ലൈൻ കട്ട് ചെയ്തു. അവിടെ പുറത്ത് ഒരേ സൈഡിൽ ഉണ്ടാവുന്നത്, റൈറ്റ് സൈഡിൽ ഒരേ സൈഡിൽ ഉണ്ടാവുന്നതാണ് ഒരു പെയർ ഓഫ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. അതേപോലെ തന്നെ മക്കളെ വേറൊന്ന്, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഇല്ലേ, ഇതും കോ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. എവിടെയുള്ള, ലെഫ്റ്റ് സൈഡിനകത്തുള്ള കോ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അപ്പൊ എന്താണ്, ഒരു പെയർ ഓഫ് കോ എക്സ്റ്റീരിയർ ആംഗിൾ റൈറ്റ് സൈഡിലും മറ്റേ പെയർ ഓഫ് കോ എക്സ്റ്റീരിയർ ആംഗിൾ എവിടെ ഉണ്ടാവും, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും, രണ്ട് സൈഡിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സെറ്റായോ, സെറ്റായോ? വാട്ട് ഹാപ്പൻ? കേൾക്കുന്നില്ലേ, കേൾക്കുന്നില്ലേ? ആഗ്നൈ പറഞ്ഞോ. ആഗ്നൈ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ലല്ലോ മുത്തേ. ഒന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്ത് നോക്കുവോ? പെട്ടെന്ന് കേൾക്കാതായത് ഇതുവരെ കേട്ടായിരുന്നോ? ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റടാ. ഓക്കെ ആണോ? പെട്ടെന്ന് വാട്ടോ. ഓക്കെ, ഓക്കെയാണ്, ഓക്കെയാണ്, ഓക്കെയാണ്. ഇന്ന് എക്സാം ഉണ്ടോ? ആക്ച്വലി ഞാൻ എക്സാം അല്ല, നമ്മൾ ഇന്ന് ചെയ്ത ആക്ടിവിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരുന്നോ? ശ്രേയക്കുട്ടി, ശ്രേയക്കുട്ടി പറയൂ, എന്താണ് ഡൗട്ട്? കോ ഇന്റീരിയറും കോ എക്സ്റ്റീരിയറും മനസ്സിലായില്ല. ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ വരുന്നത്. യെസ്, ഉള്ളിൽ വരുന്നത്. അതായത് രണ്ട് ലൈൻസിന്റെ അകത്ത് വരുന്ന ആംഗിൾസിനെയാണ് കോ ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും പാരലൽ ലൈൻ ആണല്ലോ, ഇത് രണ്ടും പാരലൽ ലൈൻ ആണ്. അതിന് ഇവിടെ ഒരാൾ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. ഓക്കെ ആണല്ലോ? ഈ റൈറ്റ് സൈഡില് ഈ താഴെ ഭാഗത്തും ഇവിടെ മോൾ ഭാഗത്തും ഇതിനകത്തായിട്ടുണ്ടായ ഈ ആംഗിൾ ഇല്ലേ, ഇതിനെയാണ് കോ ഇന്റീരിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്താ എനിക്ക് കേൾക്കാൻ പാടില്ല. അകത്തുള്ളത് പക്ഷെ ഒരേ സൈഡിലാവണം. ഇതും അകത്താണ്, ഇതൊരിക്കലും കോ ഇന്റീരിയർ ആവില്ല. എന്താടാ? ഹലോ മക്കളെ, സൗണ്ട് പോയതാണ്. ഒരു മിനിറ്റ്, മോളെ പറ. ഇല്ല, രണ്ടാംഗിളും റൈറ്റ് സൈഡിലായിരിക്കും. ഇത് കണ്ടോ, ഈ ആംഗിളും എന്താണ്, റൈറ്റ് സൈഡിലാണ്. ഇവിടെ ഈ കട്ട് ചെയ്ത്, എടാ ഒരു മിനിറ്റ്, കട്ട് ചെയ്ത ആംഗിളിന്റെ കണ്ടോ, ഈ കട്ട് ചെയ്ത ലൈനിന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. മനസ്സിലായോ? ഇവിടെ വരും, ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ രണ്ട് ആംഗിൾസും ഒരു സെറ്റ് ഓഫ് പെയർ, റൈറ്റിൽ വരുന്ന ഇത് രണ്ടും ഒരു സെറ്റ് ഓഫ് പെയർ. അങ്ങനെ ടോട്ടൽ 2 സെറ്റ് ഓഫ് പെയർസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, കോ ഇന്റീരിയർ ആയിട്ട് ഉണ്ടാവുക. ഇതേ സെയിം സാധനം തന്നെയാണ് കോ എക്സ്റ്റീരിയറിലും ഉണ്ടാവുക. രണ്ട് സൈഡിലും പുറത്തായിരിക്കും
ഇവിടെ കണ്ടോ, ഒരു മിനിറ്റ്, മനസ്സിലായോ? പെയർ ആയിരിക്കും. ഇത് റൈറ്റ് സൈഡില്, ഇത് റൈറ്റ് സൈഡില്, ഇത് ലെഫ്റ്റ് സൈഡില്, ഇത് ലെഫ്റ്റ് സൈഡില്. റൈറ്റ് സൈഡിൽ വരുന്ന രണ്ടെണ്ണം ഒരു പെയറും ലെഫ്റ്റ് സൈഡിൽ വരുന്ന രണ്ടെണ്ണം ഒരു പെയറും ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ. ചെയ്യാൻ പറയൂ. ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുമോ? ഏതിന്റെ? മാത്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിന്റെയാ? കിട്ടും. ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കുക. പിന്നെന്തിനാ നിനക്ക് റെക്കോർഡ്? എനിക്ക് മിസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നില്ല. ഓ ഓക്കെ ഓക്കെ മോളെ, എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടു കേട്ടോ. സെറ്റ് ആണോ? ഓക്കെ ഓക്കെ. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പറഞ്ഞത്. മെസ്സേജ് അയച്ചിടാൻ മറക്കരുതേ. ഓക്കെ. മിസ്സിന് ചെറിയ, അതായത് മിസ് പറഞ്ഞല്ലോ, ചെറിയൊരു പ്രശ്നമുണ്ട്, കഫ് കെട്ട് ആയതുകൊണ്ട്. അപ്പൊ സോറി കേട്ടോ, നേരത്തെ ഒന്ന് ലീവായി പോയതിന്. ഓക്കെ ആണല്ലോ? എടാ ആജ്ഞ ഇപ്പോഴും ശരിയായില്ലേ? ഒരു മിനിറ്റ്. മോന്റെ ടീച്ചർക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? എടാ ഇവിടെ ഒരു ഇഷ്യൂ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് വായോ മക്കളെ. ഈ 4 കൺസെപ്റ്റ് മനസ്സിലായില്ലേ? നമ്മൾ ആംഗിൾസിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ വേറെ എന്ത് പറഞ്ഞു? 4 ടൈപ്സ് ഓഫ് ആംഗിള്, പാരലൽ ലൈൻസ് എന്താന്ന് പറഞ്ഞു. എപ്പോഴും ശ്രദ്ധിക്കുക. സം ഓഫ് കോ ഇന്റീരിയർ, കോ എക്സ്റ്റീരിയർ, കോ ലീനിയർ, ഈ 3 ആംഗിൾസിനും, അതായത് ഒരു ലൈനിനകത്ത് 2 ആംഗിൾ വന്നാൽ ഇതിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ പാരലൽ ലൈൻസിന്റെ അകത്ത് ഫോം ചെയ്യുന്ന കോ ഇന്റീരിയറിന്റെ സം എന്ന് പറയുന്നതും 180 ആയിരിക്കും. പാരലൽ ലൈൻസിന്റെ പുറത്ത് ഫോം ചെയ്യുന്ന കോ എക്സ്റ്റീരിയറിന്റെ സമ്മ് എന്ന് പറയുന്നതും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇത് സെറ്റ് ആണല്ലോ? ഇത് സെറ്റ് ആണല്ലോ? ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തോ, നമ്മുടെ പാരലൽ ലൈൻസിനെ കുറിച്ചുള്ള ഓവറോൾ മാറ്റേഴ്സ് തീർന്നു. നമുക്ക് നേരെ എന്ത് ചെയ്യാം? ആക്ടിവിറ്റീസിലേക്ക് പോവാം. മക്കളെ ഒരാളെ ശ്രദ്ധിക്കുക. ഇതാരാണ്? ഇതാരാണ്? ട്രയാങ്കിൾ. ഇത് ട്രയാങ്കിൾ. ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ട് റെക്റ്റാങ്കിൾ കുറെ പേര് വരച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന്. ട്രൈ എന്ന് പറഞ്ഞാൽ 3. ഓക്കെ ആണല്ലോ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ 3 സൈഡ് ഉള്ളതാണ്. ഇനി ഇത് മാറിപ്പോവരുത്. ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസ് ആഡ് ചെയ്താൽ കിട്ടുന്നത് സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇത് മറക്കരുത്, ഇത് മറക്കരുത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ട്രയാങ്കിളിന്റെ 2 ആംഗിൾ തന്നു കഴിഞ്ഞാൽ 3ാമത്തെ ആംഗിൾ കാണാൻ തന്നിട്ടുള്ള 2 ആംഗിൾസിന്റെ ചെയ്യുക, എന്നിട്ട് 180യിൽ നിന്ന് കുറയ്ക്കുക. ഇനി ഒരു പോയിന്റ് കൂടെ മിസ് പറഞ്ഞു തരാം മക്കളെ. ഇതെന്താണ്? പാരലലോഗ്രാം. പാരലലോഗ്രാമിന്റെ അടുത്തുള്ള 2 ആംഗിൾസ് സമ്മ് ചെയ്താൽ കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഇത് രണ്ടും അടുത്തുള്ള ആംഗിൾ ആണ്. ഇത് തമ്മിൽ സമ്മ് ചെയ്താലും കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. പാരലൽ ലൈൻസിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. ഈ ആംഗിളും ഒരേ വാല്യൂ ആയിരിക്കും. ഈ ആംഗിളും ഒരേ വാല്യൂ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിക്കുക. എങ്ങനെയാന്ന് വെച്ചാല്, ഒരു പാരലലോഗ്രാമിന്റെ ഈ ആംഗിൾ 50 ആണെങ്കിൽ ഈ ആംഗിൾ 130 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇവിടെയും 50 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇവിടെയും എന്തായിരിക്കും? 130 ഡിഗ്രി ആയിരിക്കും. ഇതിനി മറക്കുക? മനസ്സിലായോ?
ജൈറൂസെ 8:15 വരെ ആവില്ല കേട്ടോ. ഇന്ന് നമ്മൾ ഓൾറെഡി 10 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടല്ലേ തുടങ്ങിയത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അഭിജിത്തിന് മനസ്സിലായില്ല എന്നാണോ പറഞ്ഞത്? ഇത് മനസ്സിലായില്ല എന്നാണോ പറഞ്ഞത്? അല്ല, ക്ലാസ്സിന്റെ കാര്യമായിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. തുടങ്ങാം. എല്ലാവരും ബുക്ക് എടുത്തേ. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ബുക്ക് എടുക്കുക കേട്ടോ. ആർവിനെ, ഡൗട്ട് എന്താണ് മോനെ? പറഞ്ഞോ. ആ എനിക്കൊരു 5 ടൈംസ് എഴുതിയാൽ മതി. ഓക്കെ, പഠിക്കണം. ഞാൻ വിളിക്കാം. ഓക്കെ, സെറ്റ്. ഏഞ്ചലിയ മനസ്സിലായോ? യെസ്, ഓക്കെ ആണ്. ഇനി ആരാണ് അന്തം വിട്ട് നോക്കാതെ ഇരിക്കുന്നത് നോക്കണം. തീർത്ഥയ്ക്ക് മനസ്സിലായോ? തീർത്ഥ ഓക്കെ ആണ്. തനുപ്രിയയെ കാണുന്നില്ലല്ലോ. ലിദ്യക്ക് മനസ്സിലായോ? യെസ്, ഓക്കെ. എടാ, ക്യാമറ ഓഫ് ചെയ്തവരെ ക്യാമറ ഓൺ ചെയ്യൂ. വേഗം ഓൺ ചെയ്യൂ. ബുക്ക് എടുത്തോ മക്കളെ? യെസ്, ഓക്കെ. ബദ്രിനാഥിന് മനസ്സിലായോ? ബദ്രിനാഥെ പറഞ്ഞത് ഏത് പറയേണ്ടത്? ഓക്കെയാ? യെസ്, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ പഠിക്കാൻ ബാക്കി. ഓക്കെ ആണല്ലോ? മനസ്സിലാവും, ഒന്നുകൂടെ ക്ലിയർ ആവും. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞതാ. ഓക്കെ, പാരലലോഗ്രാമിന്റെ കാര്യം ശ്രദ്ധിക്കൂ മക്കളെ. പാരലലോഗ്രാമിന്റെ ശ്രദ്ധിക്കണേ. പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ്, അടുത്തടുത്തായി വരുന്ന രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നതിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ പാരലൽ ലൈൻസിന്റെ ഈ ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിളും രണ്ടും ഒരേ വാല്യൂ ആയിരിക്കും. ഇത് 100 ആണെങ്കിൽ ഇതും 100 ആയിരിക്കും. ഇത് 50 ആണെങ്കിൽ ഇതും 50 ആയിരിക്കും. മനസ്സിലായല്ലോ? ഈ രണ്ട് ആംഗിൾസ് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ, അടുത്തടുത്തുള്ള രണ്ട് ആംഗിൾസ് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 180 ആയിരിക്കും. ഇത് 100 ആണെങ്കിൽ ഇത് 80 ആയിരിക്കും. സോ ഇതും 100, ഇതും 80. കാരണം എന്താ? ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് സെയിം ആയി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. നോക്കിയോളൂ മക്കളെ. ഫസ്റ്റ്, write the measure of all angles of triangle ABC. ABC എന്ന് പറയുന്നത് ഇതാ. ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസിന്റെയും ആംഗിൾസും എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് മക്കളെ? എന്ത് പറഞ്ഞിട്ടുള്ളത്? ആംഗിൾസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കണേ, ശ്രദ്ധിക്കണേ. ഇവിടെ എന്താണ് ലൈൻസ് BC and EF are parallel ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരേ ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ആംഗിൾസ് സെയിം ആയി കഴിഞ്ഞാൽ അവ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് നോക്കാം, ഈ BCയും EFഉം പാരലൽ ആണോ എന്നാണ് നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത്. നോക്കണം മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കൂ കേട്ടോ. ഇവിടെ ABDE എന്ന് പറയുന്ന രണ്ട് ലൈൻസ് പാരലൽ ആണ്. പ്ലീസ് നോട്ട് ദാറ്റ്. ഇവിടെ എഴുതി വെക്കൂ മക്കളെ. എന്തറിയോ? AB and AB, DE are parallel. ഇതും കൂടെ ക്വസ്റ്റ്യനിൽ എഴുതി വെക്കണം. ABDE are parallel. ഇതും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. എഴുതിക്കോളൂ മക്കളെ. ക്വസ്റ്റ്യൻസ് എഴുതിക്കോളൂ. ഓക്കെ ആണല്ലോ?
യെസ്, നോക്കിയോളൂ മക്കളെ, എ ബി ഡി ഇ എന്ന് പറയുന്ന ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. എ ബി എന്ന് പറയുന്ന ഡി ഇ എന്ന് പറയുന്ന ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. നമുക്ക് ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി മക്കളെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ ആംഗിളിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? ഈ ആംഗിളിന്റെ വാല്യൂ ഇവിടെ നോക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. ഈ ആംഗിൾ, അതായത് ട്രയാങ്കിൾ 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 ഡി ജി സി, ഈ ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ഇതിനകത്ത് വരുന്ന ഈ ട്രയാങ്കിൾ ഡി ജി സിയിലെ ഈ മാർക്ക് ചെയ്തിട്ടുള്ള, മിസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ആംഗിളിന്റെ വാല്യൂ എത്രയാണെന്ന് പറയൂ. എത്രയാണെന്ന് പറയൂ. എത്രയാണ്? എല്ലാവരും പറഞ്ഞേ. യെസ്, യദുനന്ദ കറക്റ്റ് ആണ്. സച്ദീപ് കറക്റ്റ് ആണ്. വേറെ ആർക്കും ആൻസർ കിട്ടിയില്ലേ? തീർത്ഥ കറക്റ്റ് ആണ്. ഓക്കെ ആണ്. ആദിത്യന് ആൻസർ കിട്ടിയില്ല. ആദിത്യ, സിയക്ക് ആൻസർ കിട്ടിയില്ലേ? ചാറ്റ് ബോക്സിൽ ഇട്ടോ, എത്രയാണ് ആൻസർ? ലിതിയ കൂട്ടുമ്പോ ശ്രദ്ധിക്ക്. ഇഷാനെ കണ്ടു. സ്റ്റോപ്പ്. യെസ്, രേവതി ശ്രദ്ധിക്ക്. മക്കളെ നോക്കൂ, എല്ലാവരും ശ്രദ്ധിക്കൂ. എന്താണ് മക്കളെ? ഒരു ട്രയാങ്കിളിനകത്തുള്ള ടോട്ടൽ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് മിസ് പറഞ്ഞു തന്നു 180 ഡിഗ്രി ആണെന്നുള്ളത്. ഇവിടെ ഓൾറെഡി ഒരു 100 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു 50 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 100 ഓൾറെഡി തന്നിട്ടുണ്ട്, 50 ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ 150 ഓൾറെഡി ആയി. നമുക്ക് എന്താണ് വേണ്ടത്? ടോട്ടൽ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 180 കിട്ടണം. ഇവിടെ ഓൾറെഡി എന്തായി? 150 ആയി. അപ്പൊ എന്ത് ചെയ്യണം? ഈ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് 180യിൽ നിന്നും മറ്റ് രണ്ട് ആംഗിളിന്റെ സം നമ്മൾ കുറയ്ക്കണം. ആൻസർ 30 ഡിഗ്രി എന്ന് കിട്ടും. ആൻസർ 30 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ആൽബി ശ്രദ്ധിച്ചോ? ഇനി അടുത്തത് നോക്ക് മക്കളെ. ഈ എ ബി എന്ന് പറയുന്ന ലൈനും ഡി ഇ എന്ന് പറയുന്ന ലൈനും പാരലൽ ആണ്. നോക്കണേ, ഈ രണ്ട് പാരലൽ ലൈനിനെ കട്ട് ചെയ്തു പോയ വരയല്ലേ ഈ എ ഡി എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഈ രണ്ട് പാരലൽ ലൈനിനെ ഇവിടെ കട്ട് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ? എത്രയായിരിക്കും? ഈ ആംഗിൾ ഡി എ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും? എടാ യദു ശ്രദ്ധിച്ചോ? എത്രയാണ്? ഒന്നുകൂടെ നോക്കിയേ. ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ അല്ലേ ഇത്? കണ്ടോ, പാരലൽ ലൈനിന്റെ താഴെയാണ് കിടക്കുന്നത്. ഇതും പാരലൽ ലൈൻ ആണ്. ഇവ പാരലൽ ലൈൻ ആണ്, താഴെയാണ് കിടക്കുന്നത്. ഇവിടെ നോക്ക്, കട്ട് ചെയ്ത ലൈനിന്റെ മുകളിലാണ് കിടക്കുന്നത്. ഒരേ പ്രോപ്പർട്ടി വരുന്നുണ്ട്. അപ്പൊ എത്രയായിരിക്കും കിട്ടുക? യെസ്, ആൽബി കറക്റ്റ് ആണ്. ഇതും 50 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി ആംഗിൾസ് 30 ഡിഗ്രി ആണെന്ന് കിട്ടി. ഈ ആംഗിൾ 50 ഡിഗ്രി ആണെന്ന് കിട്ടി. കാരണം ഈ ആംഗിളും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. മക്കളെ, ആംഗിൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു ആംഗിളിന് 3 ടേംസ് ഉണ്ടാവും. 3 ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഒരു ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ആംഗിൾ BAD is equal to 50 ഡിഗ്രി. ഈ ആംഗിൾ എന്തുകൊണ്ട് മക്കളെ? ആംഗിൾ GDC, ഈ ആംഗിൾ എന്താണ്? 50 ഡിഗ്രി ആണ്. They are corresponding angles. ഓക്കെ ആണോ? എന്തുകൊണ്ടാണ് അത് കറസ്പോണ്ടിങ് ആയത്? AB parallel to DE. സെറ്റായോ? അതിരതിന് മനസ്സിലായോ? അതിരത് എങ്ങനെയാണ് അത് വന്നത് എന്ന് മനസ്സിലായോ? യെസ്, ഓക്കെ ആണ്. യദുനന്ദ പറ. ടീച്ചർ നേരത്തെ ആൻസർ തെറ്റില്ലേ? ഞാൻ വിചാരിച്ചാ എന്താണ്? നേരത്തെ ആ
മേലത്തില്ല, ഈ ആംഗിൾ ആണ് ചോദിച്ചത്. ഓക്കെ ഓക്കെ. ദേവഭദ്ര പറയൂ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, മോള് ശ്രദ്ധിക്കേ. ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഒന്ന് നോക്കണേ. വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇവിടെ വലിയൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. നോക്കണേ. ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതിയായിരുന്നു എ ബി പാരലൽ ടു ഡി ഇ എന്ന് പറയുന്ന ഒരു സെന്റൻസ് നമ്മൾ ഇവിടെ എഴുതിയായിരുന്നു അല്ലെ. ഓക്കെ, ഇനി നോക്കണേ മക്കളെ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളതാണ്. ഇനി നോക്കണേ, നമ്മൾ ഇവിടെ വലിയ ട്രയാങ്കിൾ ഈ ഡി ഇ എഫ് എന്ന് പറയുന്ന ട്രയാങ്കിൾ ഡി ഇ എഫ് നോക്കുക. ഏതാണ് ഡി ഇ എഫ്? ഈ കാണുന്ന വലിയ ട്രയാങ്കിൾ. നോക്കണേ, വലിയ ട്രയാങ്കിളില് ഈ ആംഗിൾ 100 ആണ്, ഈ ആംഗിൾ 50 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എത്രയായിരിക്കും മക്കളെ? 30 ഡിഗ്രി തന്നെയായിരിക്കും. സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ എന്നാൽ ഒരേപോലത്തെ അനുപാതത്തിൽ റേഷ്യോയിൽ വരുന്ന ആംഗിൾസ് വരുന്ന, ഒരേ റേഷ്യോയിൽ ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾസ് പഠിക്കും. ഇപ്പൊ നോക്കണ്ട, ഇത് 100 ഡിഗ്രി, ഇത് 50 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. സോ ഇവിടെ 100 ആണ്, ഇത് 50 ആണ്, ഈ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തത് ഇവിടെയാണ്. ഈ ആംഗിൾ എ ബി സി എന്ന് പറയുന്ന ആംഗിൾ, ഇത് 50 ഡിഗ്രി. എ ബി സി ട്രയാംഗിളിൽ എ എന്ന് പറയുന്നത് 50 ഡിഗ്രി, സി എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഒബ്വിയസ്ലി ഇത് എന്തായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. 100% 100 ഡിഗ്രി. അപ്പൊ എന്ത് കിട്ടി മക്കളെ? ഇനി നമ്മളോട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? Prove that our line BC and EF are parallel. EFഉം അതുപോലെ BCയും പാരലൽ ആണോ? ആണ്. എന്തുകൊണ്ട്? Why? മക്കളെ, prove that ക്വസ്റ്റ്യനില്, prove that എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഒരിക്കലും yes no എന്ന് പറഞ്ഞ് ആൻസർ ഒതുക്കരുത്. prove that എന്ന് പറഞ്ഞാൽ അതാണ്, അത് നമ്മളോട് തെളിയിക്കാനാണ് പറഞ്ഞത്. ഓൾറെഡി നമുക്ക് അവര് തന്നു, അവര് പാരലൽ ലൈൻസ് ആണ്. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ അത് അവർക്ക് തെളിയിച്ചു കൊടുക്കണം, ഇത് പാരലൽ ലൈൻസ് ആണ് എന്നുള്ളത്. ഒരിക്കലും പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനിൽ യെസ് നോ എന്ന് പറഞ്ഞ ആൻസർ എഴുതരുത്. അത് എന്തുകൊണ്ടാണെന്ന് ജസ്റ്റിഫൈ ചെയ്യും കൂടെ വേണം. സെറ്റാണോ? എന്തുകൊണ്ടാണ് മക്കളെ ഇവിടെ എ ബി പാരലൽ ടു ഡി? ഇവിടെ നമുക്ക് തെളിയിക്കേണ്ടത് ഈ കാണുന്ന ബി സി എന്ന് പറയുന്ന ഈ ലൈനും ഇ എഫ് എന്ന് പറയുന്ന ഈ ലൈനും എന്താണെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഇത് എന്താണെന്ന് തെളിയിക്കണം മക്കളെ. ഈ കാണുന്ന ലൈന് ബി സിയും ഈ കാണുന്ന ഇ എഫും പാരലൽ ആണെന്ന് തെളിയിക്കണം. ഒന്നും നോക്കണ്ട, ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എഴുതിക്കോളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് എഴുതിക്കോളൂ. ഇത് ഫസ്റ്റത്തേതാണ്, അപ്പൊ എഴുതിക്കോളൂ. ഇവിടെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനിലാണ് y എന്ന് പറയുന്നതിന്റെ ആൻസർ ആണ് എഴുതുന്നത്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ വിച്ച് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. രണ്ട് ആംഗിളിന്റെയും വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ തന്നെ അതുകൊണ്ട് എന്തായി? അതുപോലെ തന്നെ ആംഗിൾ ജി, ഇവിടെ ഒരാളെയും കൂടെ എഴുതണം മക്കളെ. ആംഗിൾ ജി എന്ന് പറയുന്ന ആംഗിളും എന്താണ്? 100 ഡിഗ്രി ആണ്. ഈ ആംഗിളും എന്താണ്? 100 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ അടുത്തതാണ് ആംഗിൾ എഫും ആംഗിൾ സിയും എഴുതിക്കോളൂ. ആംഗിൾ എഫ് ഈക്വൽ ടു ആംഗിൾ സി വിച്ച് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഈ രണ്ട് ആംഗിളും എന്ത് ആംഗിൾ ആണ്? കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. therefore എഴുതുക. therefore BC parallel to EF. BC എന്ന് പറയുന്ന, അതായത് BC എന്ന് പറയുന്ന ഒരു ലൈനിനകത്തെ ആരാണ്? ഒരു ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമാണ് എന്ത്? ജി എന്ന് പറയുന്നത്. ഈ ബി സി എന്ന് പറയുന്നതും ഇ എഫ് എന്ന് പറയുന്നതും പാരലൽ ആണ്. അതിനകത്ത്
തന്നിട്ടുള്ള വേറൊരു പോയിന്റ് ആണ് ബി എന്ന് പറയുന്നത്. അതുകൊണ്ട് ബി സി എന്ന് പറയുന്ന ലൈനും ഇ എഫ് എന്ന് പറയുന്ന ലൈനും പാരലൽ ആണ്. നോക്കണേ, ബി എഫ് എന്ന് പറഞ്ഞ ബി സി എന്ന് പറഞ്ഞിട്ട് വലിയൊരു ലൈൻ മിസ് വരച്ചു. അതിനകത്ത് മിസ് ജസ്റ്റ് ഇവിടെ ഒരു ജി എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അത് ആ ലൈൻ തന്നെയാണ്. ഓക്കെ ആണല്ലോ? അതിൽ ഇനി ആർക്കും കൺഫ്യൂഷൻ വേണ്ടേ. ബി സി എന്ന് പറയുന്ന ലൈനിലെ ഒരു പോയിന്റ് മാത്രമാണ് എന്ത്, ജി. അപ്പൊ അതെന്ത് ചെയ്യണ്ട, പേടിക്കണ്ട, ആ ലൈൻ പാരലൽ ആണ്. നജാദ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. നജാദിനോട് ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നജാദേ, നജാദ് മുങ്ങിയ? നജാദ് പറ. നജാദിന് മനസ്സിലായോ? നജാദേ, ഹലോ? ഓക്കെ ഗൈസ്, മൈക്ക് ഓണാക്കാൻ പറ്റുന്നില്ല. ഓണാക്കാൻ കാണുന്നില്ലെന്നോ മക്കളെ? ഇപ്പഴോ നജാദേ? യെസ്, ഓക്കെ. ഞാൻ റിവിഷനില് ഇത് മൊത്തം പറഞ്ഞിട്ട് നിങ്ങളെ വിടുള്ളൂ, പേടിക്കണ്ട. 1 മണിക്കൂർ പോലും ആയിട്ടില്ല ക്ലാസ് തുടങ്ങിയിട്ട്. 7:15 ക്ലാസ് തുടങ്ങിയത്. 1.25 മണിക്കൂർ വരെ ഉണ്ട്. ചെയ്തില്ലേ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, മിസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ പോവുകയാണ്. എല്ലാവരും നോക്കുക. എഴുതി കഴിയാത്തവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, വേഗം വെച്ചോ. അല്ലെങ്കിൽ മിസ് എന്ത് ചെയ്യാ, ക്ലാസ്സിന്റെ ലാസ്റ്റ് സ്ലൈഡ് കാണിച്ചു തരാം എഴുതാൻ വേണ്ടിയിട്ട്. യെസ്, ഡൺ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ, നമ്മൾ പഠിച്ചു കാര്യം തന്നെയാണ്. ഈ ഫിഗർ നോക്കണേ. ഈ ഫിഗറിലെ സി ഡി എന്ന് പറയുന്ന ലൈനും സി ഡി എന്ന് പറയുന്ന ലൈനും ഇ എഫ് എന്ന് പറയുന്ന ലൈനും എന്താണ്, പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഏതാടാ? നോക്കണേ, ഈ സി ഡി എന്ന് പറയുന്ന ഈ ലൈനും ഇ എഫ് എന്ന് പറയുന്ന ഈ ലൈനും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മെഷർ ഓഫ് ഡി പി ക്യൂ. ഏതാണ് മക്കളെ ഡി പി ക്യൂ എന്ന് പറയുന്നത്? നോക്കുക, ഡി പി ക്യൂ. ഈ ഡി പി ക്യൂ എന്ന് പറയുന്ന ആംഗിൾ, ഈ ആംഗിൾ ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞത്. ഇവിടെ നോക്കടാ, ഇവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഈ ട്രയാങ്കിൾ കാണുന്നില്ലേ മക്കളെ? കാണുന്നില്ലേ? യെസ്, കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പറയൂ, എത്രയാണ് ഡി പി ക്യൂ? ഡി പി ക്യൂന്റെ വാല്യൂ എത്രയാണ്? ട്രയാങ്കിൾ അവിടെ കിട്ടി, ട്രയാങ്കിളിന്റെ 2 ആംഗിളും കിട്ടി. അങ്ങനെയാണെങ്കിൽ വേഗം പറഞ്ഞോട്ടെ, എത്രയാണ്? യെസ്, പറയൂ. ഇഷാൻ കണ്ടു. ഓക്കെ. യെസ്, നീരവ് കറക്റ്റാ, തീർത്ത കറക്റ്റ് ആണ്, ഇഷാൻ കറക്റ്റ് ആണ്. ഇവർക്ക് 3 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എല്ലാരും ചെയ്യടാ, ചെയ്യേ. അദ്വൈത, സമ്മാണ് 70. നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഈ ആംഗിൾ ആണ്. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ സം എത്ര കിട്ടണം? 180 കിട്ടണം. സമീക്ഷ പറയൂ, സമീക്ഷ. പറഞ്ഞു. ക്വസ്റ്റ്യൻ എന്താ വായിക്കുക? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ ഡി പി ക്യൂ. ഡി പി ക്യൂ എന്ന് പറയുന്ന ആംഗിൾ. മോൾക്ക് ആംഗിൾ കാണാൻ അറിയില്ലേ? എങ്ങനെയാണ് ആംഗിൾ പേര് കൊടുക്കാൻ അറിയില്ലേ? യെസ്, ഓക്കെ ആണ്. അപ്പൊ ഡി പി ക്യൂ എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ വാല്യൂ ആണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഈ വാല്യൂ 30 ആണ്, ഈ വാല്യൂ 40 ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? എന്താണ് ചെയ്യേണ്ടത്? പറയൂ, വേഗം പറയൂ മക്കളെ. ടോട്ടൽ ആംഗിൾ 180 ആണ്. ഈ 30യും 40യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 70 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 110. കിട്ടിയോ? യെസ്,
ഓക്കെയാണ്. ഷോന് കിട്ടിയില്ലേ? ഷോനെ കിട്ടിയില്ലേ? ഡൗട്ട് ആണോ? പറഞ്ഞോ. ടീച്ചറെ ഡൗട്ട് അല്ല, ടീച്ചറിന്റെ ബ്രൈറ്റ്നസ് കൂടുതലാണ്, ടീച്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് സ്നോ വീഴുന്നത് പോലെയാണ്. എല്ലാവർക്കും ഉണ്ടോ? ഇല്ലല്ലോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളു. ഓക്കെ ഓക്കെ. ഇല്ലടാ, മോന്റെ ഫോൺ നെറ്റിന്റെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഇല്ല, കറക്റ്റ് ആണ് കേട്ടാ. ഞാൻ ഇവിടെ ചെക്ക് ചെയ്തു. ഫോണത്തിന്റെ അവിടെ ഇരിക്കുന്നേ, ഏ ഞാനാണെങ്കിൽ നെറ്റ് അവിടത്തെ ഇരിക്കുന്നത്, മോടെ വൈഫൈ സെറ്റ് ചെയ്തെടുത്ത്. ഓക്കെ ഓക്കെ, നോക്കാട്ടോ. മിസ് ഒന്ന് ചെക്ക് ചെയ്യാവേ. ടീച്ചറെ പിന്നെ വർക്ക്ഷീറ്റ് ചെയ്യുന്നില്ലേ? വർക്ക്ഷീറ്റ് ചെയ്ത് കഴിഞ്ഞതല്ലേ? ഏതാ ഈ പാർട്ട്ണർ ലൈൻസിലെയോ? അതെ, ആക്ടിവിറ്റി 1 ഞാൻ ചെയ്തില്ല. ആക്ടിവിറ്റി 1 മാത്രം നീ ചെയ്യാതിരിക്കുക. അല്ലല്ല, ഓക്കെ, നോക്കടാ. ബാക്കി നമുക്ക് ഡൗട്ട് ഉള്ളവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഞാൻ ലാസ്റ്റ് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. മക്കളെ ശ്രദ്ധിക്കൂ. നമുക്ക് എന്ത് ചെയ്യണം? ഈ ടോപ്പിക്സ് മൊത്തം തീർക്കണം. നിങ്ങളുടെ എക്സാമിന് വരുന്ന എക്സാക്ട് പാറ്റേണിലാണ് നമ്മൾ റിവിഷൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്തായാലും ഡൗട്ട് വരും. മിസ് ക്ലിയർ ചെയ്ത് തരാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു മക്കളെ. എത്രയാണെന്ന് കിട്ടി? 110 ഡിഗ്രി. 110 ഡിഗ്രി ആണെന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഈസ് ദ കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് DPQ? ഏതാണ് DPQ എന്ന് പറയുന്നത്? ഇപ്പൊ ഫസ്റ്റ് ആംഗിൾ 110 ഡിഗ്രി എന്ന് എല്ലാവരും എഴുതിയോ? ഇതിന്റെ വാല്യൂ 110 ഡിഗ്രി എന്ന് എഴുതിയോ? എല്ലാവരും എഴുതിയോ? യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഈസ് ദ കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ആംഗിൾ DPQ? ഏതാടാ? DPQ. ഈ ആംഗിളിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് DPQ ന്റെ കറസ്പോണ്ടിങ് ആംഗിൾ? യെസ്, ഏതാടാ? ഇതാക്കണേ, ഇവിടെ നോക്കണേ. ഈ DC എന്ന് പറയുന്നതും, നോക്കണടാ, ഇവിടെ നോക്ക്. ഈ DC എന്ന് പറയുന്നതും EF എന്ന് പറയുന്നതും പാരലൽ ലൈൻസ് ആണ്. അതിനെ AB എന്ന് പറയുന്ന ഒരു ലൈന് കട്ട് ചെയ്തു. DPQ എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കറസ്പോണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കണേ, ഇവിടെ നോക്കണേ. ഇത് താഴെ നോക്കണേ. DC-യുടെ റൈറ്റ് സൈഡിൽ. ഇവിടെ നോക്കൂ, FE-യുടെ റൈറ്റ് സൈഡിൽ ഇങ്ങോട്ടേക്ക് വരണം. ഓക്കെ ആണല്ലോ? റൈറ്റ് സൈഡ് പറയുമ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ നോക്ക്, താഴെയാണ് കിടക്കുന്നത്. ഇതും താഴെയാണ് കിടക്കുന്നത്. അപ്പൊ ഏതാണെടാ? ആംഗിൾ B. നടുവിൽ വരുന്ന ആളെ നമ്മൾ, അതായത് എവിടെയാണോ ആംഗിൾ ഉണ്ടാവുന്നത് ആ ആളെ നമ്മൾ നടുവിൽ എഴുതി. ഈ എൻഡ് പോയിന്റും ഈ എൻഡ് പോയിന്റും അപ്പുറത്തപ്പുറത്തും എഴുതി കൊടുത്തു. എത്ര കിട്ടി? BQF. കിട്ടിയോ? കിട്ടിയോ? ഇത് 110 ഡിഗ്രി ആണെങ്കിൽ ഇതും 110 ഡിഗ്രി ആണ്. കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. യെസ്, കറക്റ്റ് ആണ്. BQF. കറക്റ്റ് ആണ്. BQF ആണ്. അപ്പൊ എഴുതിക്കോളൂ മക്കളെ, എഴുതിക്കോളൂ. ഈ ആംഗിളിന്റെ വാല്യൂ 110 ഡിഗ്രി ആണ്. ഈ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ BQF ആണ്. ആംഗിൾ BQF ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതിക്കോളൂ. ആംഗിൾ BQF which is equal to 110 ഡിഗ്രി. എഴുതിക്കോളൂ. ആരുഷിന് കത്തിയോ? ആരുഷ് വെറുതെ എഴുതുകയാണ്, അല്ലല്ല? മനസ്സിലായോ? യെസ്, ഓക്കെയാണ്. ജൈനക്കോ? മനസ്സിലായോ ജൈന? മുടിമ കളിച്ചിരിക്കുകയാണല്ലോ. ലാസ്റ്റ് പറഞ്ഞിട്ട് നിൽക്ക്, സ്റ്റേ ചെയ്യും. ശരിക്കും ക്ലാസ്സിൽ ശരിക്കും ടെസ്റ്റ് പേപ്പർ യു മീൻ? ജസ്റ്റ് ഒരു ആക്ടിവിറ്റി തരും, ചെയ്യാം, പേടിക്കണം. ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് ഫുൾ മാർക്ക്, അല്ലാത്തവർക്ക് 0. അതായിരിക്കും. Which is the alternate angle of APD? ഏതാണ് മക്കളെ ആംഗിൾ APD എന്ന് നോക്കാം. ഏതാണ് നമ്മുടെ APD എന്ന് നോക്കാം. ആംഗിൾ APD നോക്കണേ മക്കളെ. ആംഗിൾ APD. ഈ ആംഗിളിന്റെ
ഓൾട്ടർനേറ്റ് ആംഗിൾ ഏതാണെന്നാണ് ചോദ്യം. ഓൾട്ടർനേറ്റ് ആംഗിൾ ആവുമ്പോ ഇയാള് താഴെയാണ്, മറ്റേയാൾ എന്തായിരിക്കും? മുകളിലായിരിക്കും, ടോപ്പിലായിരിക്കും. ഇവിടെ ടോപ്പിൽ വരുന്ന ആംഗിൾ ഇത് രണ്ടുമാണ് പാരലൽ ലൈൻസ്. ഇതില് ടോപ്പിൽ വരുന്ന ആംഗിൾ സി ഡി എന്ന് പറയുന്ന ലൈനിലല്ല, ഇ എഫ് എന്ന് പറയുന്ന ലൈനിൽ ടോപ്പിൽ വരുന്ന രണ്ട് ആംഗിൾസ് ഇതാണ്. പക്ഷെ ശ്രദ്ധിക്കുക, ഇവിടെ നോക്ക്, ഇത് ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത് ഈ ആംഗിൾ. അപ്പൊ ഇത് റൈറ്റ് സൈഡിലേക്ക് വരണം. അപ്പൊ ആംഗിൾ ഏതാണ് മക്കളെ? ഇ ക്യു ബി എന്ന് പറയുന്നതാണ് എന്ത്? ഇതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. എ പി ഡി എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ് ചോദിച്ചത്. ഓൾട്ടർനേറ്റ് ആംഗിൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, പക്ഷെ വാല്യൂ സെയിം ആയിരിക്കും. ഈ ആംഗിൾ നോക്കടാ, സി ഡി എന്ന് പറയുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇ എഫിന്റെ റൈറ്റ് സൈഡിലായിരിക്കും. അതുപോലെ തന്നെ ഇത് നോക്കടാ, എ ബി എന്ന് പറയുന്നതിന്റെ താഴെയാണ് കിടക്കുന്നത്. അപ്പൊ ഇയാള് മുകളിലായിരിക്കും. ആംഗിൾ ഇ ക്യു ബി ആണ് ആൻസർ. എന്റെ മക്കൾ എഴുതിക്കോളൂ, ആംഗിൾ ഇ ക്യു ബി. ആംഗിൾ ഇ ക്യു ബി, ആംഗിൾ ഇ ക്യു ബി. സെറ്റാണോ? യെസ് നീരൽ, അഗ്നൈ കറക്റ്റ് ആണ്. നോക്കിയാണോടാ? എതുനന്ദാ? പി ഡി ക്യൂ അല്ല. പി ഡി ക്യൂ എന്ന് പറയുന്ന ആംഗിൾ ഇതാ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ പാരലൽ ലൈൻസ് ആയിട്ട് വരുന്നതിനെ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതാ പി ഡി ക്യൂ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. നമ്മളോട് ചോദിച്ചത് ഈ ആംഗിൾ ആണ്. ഈ ആംഗിൾ പറയുമ്പോൾ നമ്മൾ പാരലൽ ആയിട്ടുള്ള ലൈൻസ് കൺസിഡർ ചെയ്ത് വേണം എന്തെഴുതാൻ, ആൻസർ എഴുതാൻ. സെറ്റാണോ? ഓക്കെയാണ്. ആൽബിക്ക് ഇപ്പൊ മനസ്സിലായോ? പാരലൽ ലൈൻസ് നോക്കണം. ഇവിടെ സി ഡിയും ഇ എഫ് ആണ് പാരലൽ ലൈൻസ്. മനസ്സിലായോ? ഇനി നോക്കൂ മക്കളെ, ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ ഡി ക്യു എഫ്. ഇതാണ് ചോദ്യം. ആംഗിൾ ഡി ക്യു എഫിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ ഡി ക്യു എഫ്. ഏതാണ് മക്കളെ ആംഗിൾ ഡി ക്യു എഫ്? നോക്കാം. ആംഗിൾ ഡി ക്യു എഫ് ഏതാണെന്ന് നോക്കാം. ആംഗിൾ ഡി ക്യു എഫ്. ഈ ആംഗിൾ നോക്ക്, ഈ ആംഗിൾ ആണ് നമ്മളോട് ചോദിച്ചത്. മക്കളെ ഇവിടെ ഒരാൾ ഒളിഞ്ഞു കിടക്കുന്നു. പാരലൽ ലൈൻസ് ആയിട്ടുള്ള രണ്ടിന്റെ അടിയിൽ ഇവിടെ ഒരാൾ ഒളിഞ്ഞു കിടക്കുന്നു. എന്തായിരുന്നു ആ ഒളിഞ്ഞു കിടക്കുന്നത്? ഇതാ ഇതുപോലൊരു ഷേപ്പ്. അപ്പൊ ഈ ആംഗിൾ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ പറ, ഈ ആംഗിൾ എത്രയാ? ഇഷാനെ പൊട്ടത്തെറ്റ് തെറ്റി. ഒന്നുകൂടെ നോക്ക്, തീർത്ത ശ്രദ്ധിക്കൂ. എത്രയാണ്? ഇവിടെ 30 ഡിഗ്രി ആണ്. ഇവിടെ നോക്കടാ, ഒരു എന്നിന്റെ വേറൊരു വേർഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. യെസ്, അപ്പൊ ഈ ആംഗിളും എത്രയായിരിക്കും? 30 ഡിഗ്രി ആണ്. ഇപ്പൊ കറക്റ്റ് ആയി. നേരത്തെ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂട്ടി വെച്ച് എഴുതി. മനസ്സിലായോ? ഇവിടെ കണ്ടോടാ, ഒരു ഷേപ്പ് കിടക്കുന്നത് കണ്ടോ? ഇവിടെ ഒരു എൻ ഷേപ്പിൽ കിടക്കുന്നത് കണ്ടോ? അപ്പൊ എന്തായി? ഇവിടെ ഉള്ള അതേ ആംഗിൾ ആയിരിക്കും ഇവിടെ വരിക. അതെന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേടാ, തെറ്റിക്കോ? ഡിന്റെ ആൻസർ എഴുതിക്കോളൂ മക്കളെ. ആംഗിൾ ഡിന്റെ ആൻസർ എഴുതിക്കോളൂ. ആംഗിൾ ഡി ക്യു എഫ് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇവിടെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതിക്കോളൂ. ഓൾട്ടർനേറ്റ് ടു പി ഡി ക്യു. alternate angle to angle PDQ. Find the measure of angle PQF. PQF ന്റെ മെഷർ ആണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ പി ക്യു എഫിന്റെ മെഷർ എത്രയാണെന്ന് നോക്കാം മക്കളെ. ആംഗിൾ പി ക്യു എഫ് ഏതാണ്? ആംഗിൾ പി ക്യു എഫ് ദാ നോക്കിക്കോളൂടാ. ഈ പി ക്യു എഫ് എന്ന് പറയുന്നതിന്റെ മെഷറാണ് ചോദിച്ചത്. 90 ഡിഗ്രി ചിത്രം കണ്ട് എഴുതരുത് മക്കളെ. എങ്ങനെ എഴുതണം? ഇവിടെ ഓൾറെഡി നമുക്ക് 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇവിടെ വരുന്ന ഈ ആംഗിൾ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു.
ഇതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആയിട്ടുള്ള 30 ഡിഗ്രി ആണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ എത്രയാ ടോട്ടൽ? ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 70 ഡിഗ്രി ആണ്. മനസ്സിലായോ? മനസ്സിലായോടാ? 30 ഡിഗ്രി അല്ല, ഇതാണ് 30 ഡിഗ്രി, ഇത് 40 ഡിഗ്രി ആണ്. നമ്മളോട് ചോദിച്ചത് ഈ മൊത്തം ആംഗിൾ എത്രയാണെന്നാണ്. അപ്പൊ 40 ഡിഗ്രിയും 30 ഡിഗ്രിയും ആഡ് ചെയ്യുമ്പോഴല്ലേ ഈ ആംഗിൾ വരുന്നത്. നോക്കടാ, പി ക്യു എഫ് എന്ന് പറയുന്നത് ഈ മൊത്തം ആംഗിൾ ആണ്. ഈ ആംഗിൾ മാത്രമാണെങ്കിൽ പി ക്യു ഡിയും, ഈ ആംഗിൾ മാത്രമാണെങ്കിൽ ഡി ക്യു എഫും വരും. ഇത് മൊത്തം വരുന്നതാണ് എന്ത്? പി ക്യു എഫ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര വരും? ഇവിടെ വരുന്ന 30 ഡിഗ്രി കൂടെ ആഡ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ എത്ര വരും? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എത്ര വരുവടാ? ഈ എന്ന് പറയുന്നതിന്റെ ആൻസർ എത്ര വരും? 70 ഡിഗ്രി എന്ന് വരും. ഈ എന്ന് പറയുന്നത് 70 ഡിഗ്രി. അപ്പൊ എങ്ങനെ എഴുതണം? ആംഗിൾ പി ക്യു എഫ് ഈസ് ഈക്വൽ ടു പി ക്യു, ഒരു മിനിറ്റ്, ആംഗിൾ പി ക്യു ഡി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി, ആംഗിൾ ഡി ക്യു എഫ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. Therefore എന്ത് എഴുതണം? Therefore ആംഗിൾ പി ക്യു ഡി ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി എന്ന് എഴുതണം. മനസ്സിലായോ? Therefore ആണ് ഇത് 3 കുത്ത്. Therefore ആംഗിൾ പി ക്യു ഡി ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. സെറ്റ് ആണോ? ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ ആണല്ലോ? തനുപ്രിയക്ക് മനസ്സിലായോ? ഉണ്ട് എന്നോ ഇല്ല എന്നോ? ഉണ്ട്. യെസ്, ഓക്കെ. ജൈന ശ്രദ്ധിക്ക്. യെസ്, ഓക്കെടാ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. In the figure, AD is parallel to EF and BCD. ആംഗിൾ BCD എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ആംഗിൾ BCD എത്രയാണ്? ആംഗിൾ BCD. ഈ ആംഗിൾ എത്രയാണെന്ന് എന്റെ മക്കൾ എല്ലാരും പറഞ്ഞേ. ഇവിടെ GB എന്ന് പറയുന്നത് നോക്ക് മക്കളെ, ഈ GB എന്ന് പറയുന്നത് ഒരു ലൈനാണ്. അപ്പൊ ഈ ലൈന് ഇത് ഒരു ആംഗിൾ ആണ്. ഇത് ലാർജ് ആംഗിൾ ആയിരിക്കും, ഇതിൽ സ്മോൾ ആംഗിൾ ആണെങ്കിൽ മറ്റേത് ലാർജ് ആംഗിൾ ആയിരിക്കും. ഒരു ലൈനിനകത്ത് വരുന്ന ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ്. ഇത് 120 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് 120 which is equal to 60 ഡിഗ്രി. ഇഷാൻ ആദ്യം 80 ഒരു 10 പ്രാവശ്യം എഴുതി, ഇപ്പൊ ഒരു 60 ഒരു 10 പ്രാവശ്യം എഴുതി. എവിടെയെങ്കിലും നിക്കടാ. എത്രയാണടാ രേവതി? രേവതി ക്ലാസിന്റെ ലാസ്റ്റ് സ്റ്റേ ചെയ്തിട്ട് പോയാൽ മതി ട്ടാ. ഓക്കെ? ഇഷാനെ മനസ്സിലായോ? ഓക്കെ. അഖിൽ കൃഷ്ണ ക്യാമറ ഓൺ ചെയ്യേ. അഖിൽ കൃഷ്ണ ചെയ്തോ? യെസ്, ഓക്കെ ആണ് മക്കളെ. ഈ ക്വസ്റ്റ്യൻ 60 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? ഫസ്റ്റ് ആൻസർ എഴുതിക്കോളൂ. 60 ഡിഗ്രി ആണ്. എന്തുകൊണ്ടാണ്? അത് ലീനിയർ ആംഗിൾ ആയതുകൊണ്ടാണ് കേട്ടോ അത് വന്നത്. ഒരു ലൈനിനകത്തുള്ള ആംഗിൾ ആണ്. Find the measure of other angles of triangle BCD. BCDയുടെ മറ്റ് ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മക്കളെ നോക്കിയോളൂ. ഇതല്ലേ നമ്മുടെ BCD എന്ന് പറയുന്ന ട്രയാങ്കിൾ? ഇതല്ലേടാ BCD എന്ന് പറയുന്ന ട്രയാങ്കിൾ? ഇതല്ലേ? ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. 60 ഡിഗ്രി ആണ്. ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ? ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് കണ്ടോ, ഒരു ലൈനിനകത്തുള്ള ആംഗിൾ ആണ്. ഇതൊരു ലൈനിനകത്തുള്ള ആംഗിൾ ആണ്. ഇത് 110 ഡിഗ്രി. 110 ഡിഗ്രി ആണെങ്കിൽ 110
10 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? യെസ്, വെരി ഗുഡ് മക്കളെ, ഇത് 70 ഡിഗ്രി ആയിരിക്കും. കാരണം ഈ ആംഗിൾ ടോട്ടൽ സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 180 ഡിഗ്രിയാണ്. അതിൽ നിന്ന് 110 കുറച്ച് കഴിഞ്ഞാൽ 70 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി എന്റെ മക്കൾക്ക് പറഞ്ഞൂടെ ഈ ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളത്? നമ്മള് ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ് കണ്ടുപിടിച്ചു. ഒരെണ്ണം 60യും മറ്റേ ഒരെണ്ണം 70യുമാണ്. 60 + 70 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 130 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ നമുക്ക് കിട്ടേണ്ട ആംഗിൾ എത്രയാ? 180 ആണ്. ഓൾറെഡി 130 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? 180യിൽ നിന്നും ആരെ കുറയ്ക്കണം? 130 കുറയ്ക്കണം. 180 - 130 = 50 ഡിഗ്രി. കിട്ടിയാ? യെസ്, ഓക്കെ ആണ് അഭിജിത്ത്. ശരിക്ക് കൂട്ടുമുത്ത്. 140 അല്ലടാ, 60 + 70 ചെയ്യുമ്പോൾ 130 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ. ആരൊക്കെ എഴുതാത്തൊന്നും നോക്കട്ടെ. സച്ദീപിന് കിട്ടിയോ? സച്ദീപ് കിട്ടിയോ? യെസ്, ഓക്കെ, സെറ്റ് ആണ് മക്കളെ. സിമ്പിൾ അല്ലേ? 3 കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക. ട്രയാങ്കിളിന്റെ അകത്തെ 3 ആംഗിൾസിന്റെ സമ്മ് 180. ലീനിയർ ആംഗിളിന്റെ ഒരു ലൈൻ വരച്ചിട്ട് അതിലെ ആംഗിൾസ് നോക്കിയാൽ, ഒരു ലൈൻ വരച്ച് അതിനെ 2 പാർട്ടാക്കി അല്ലെങ്കിൽ 3 പാർട്ടാക്കി എങ്ങനെ ആക്കിയാലും ഒരു ലൈനിനകത്തെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി. ഓക്കെ ആണല്ലോ. കോ ഇന്റീരിയറും കോ എക്സ്റ്റീരിയറും സമ്മ് ചെയ്താൽ കിട്ടുന്നതും 180 ഡിഗ്രി. 180ന്റെ ഒരു സംഭവമാണ്. 180 ഒരു സംഭവം ബഹുലനാണ്. എപ്പോഴും എന്താണ്, എവിടെ തിരിഞ്ഞാലും മറിഞ്ഞാലും പാരലൽ ലൈൻസിന്റെ ഇടയിൽ ആരുണ്ടാവും? 180 ഡിഗ്രി ഉണ്ടാവും. അത് വെച്ചാണ് കൂടുതലും കാൽക്കുലേഷൻസ് വരിക. സെറ്റ് ആയോ? 180 ഒരിക്കലും മറക്കരുത്. മറക്കുക? ആരെങ്കിലും മറക്കുവാടാ? മറക്കരുതേ. മറന്നു കഴിഞ്ഞാൽ എന്താ പറയോ? നിങ്ങൾ അഥവാ 180 മറന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ എ എന്ന് പറയുന്ന മാത്സിന് എ എന്ന് പറയുന്നത് നിങ്ങൾ മറക്കേണ്ടി വരും. മനസ്സിലായോ? എ കിട്ടണ്ടേ? ഫുൾ മാർക്ക് കിട്ടണ്ടേ? യെസ്, ഓക്കെ ആണ്. പാരലൽ ലൈൻ സിമ്പിൾ ആണ് മക്കളെ. ആംഗിൾസ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും, ഷുവർ ആണ്. ആംഗിൾസ് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇനി ഇതിനകത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു, ഓൾറെഡി എഴുതി കഴിഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. Which is the linear pair of angle BDC? ഏതാണ് മക്കളെ BDC എന്ന് പറയുന്നത്? ഇതാ BDC. ഇതാ BDC എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ലീനിയർ പെയർ ഏതാണ്? ലൈനിന് വരുന്ന ആംഗിൾ ആണ് ലൈൻ ലീനിയർ. ഇതിനൊരു ലീനിയർ ആംഗിൾ ആക്കണമെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് ആ വരയിൽ തന്നെ കിടക്കുന്ന ആംഗിൾ ഏതാ എന്ന് നോക്കിയാൽ മതി. ഈ ആംഗിൾ നമ്മൾ 50 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ ഈ കാണുന്ന ഈ ആംഗിൾ ആണ് എന്ത്? അതിന്റെ ലീനിയർ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ആംഗിളിന്റെ പേര് എങ്ങനെ എഴുതും? ആംഗിൾ ദാ ഈ ആംഗിൾ ഫോം ചെയ്ത ആളെ നമ്മൾ നടുവിൽ എഴുതുന്നു. ലൈനിൽ കിടക്കുന്ന ബാക്കി 2 എൻഡുകളെ അപ്പുറത്തും ഇപ്പുറത്തും എഴുതി കൊടുക്കുന്നു. ആംഗിൾ BDF. സെറ്റാണോ? സെറ്റാണോ? ഓക്കെ ആയില്ലേ? സെയിം ടു യു ലിദിയ, സെയിം ടു യു. ശബ്ദം കഴിഞ്ഞു പോ. ഓക്കെ ആണോ? അദ്വൈത മനസ്സിലായോ? ലീനിയർ ആംഗിൾ എന്താണെന്ന് മനസ്സിലായോ? യെസ്, ഓക്കെ. രേവതി, ഉണരു രേവതി. ക്ലാസ്സിൽ ഐ വിൽ കോൾ യു. ഓക്കെ. ഡാഡി എഴുതിയോ? ഡാഡിക്ക് കിട്ടിയോ? കിട്ടിയില്ല. യെസ്, ഉണ്ടോ? ഇല്ല, കിട്ടിയില്ല. ഡാഡി ക്ലാസിന്റെ ലാസ്റ്റ് നിൽക്കണം, പോവരുത്, ലീവ് ആവരുത്. സെറ്റ് ആണോ? ഓക്കെ, പോവരുത്. യെസ്, ഓക്കെ. ഇത് 130 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇനി മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. Find the measure of angle EFT. ആരാടാ EFT?
നോക്കണേ, നമുക്ക് നോക്കാം ആരാണ് EFD. ദാ EFD നടുവിൽ വരുന്ന ആള്. രണ്ട് ലൈൻ നോക്കുക. ആംഗിൾ EFD. ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചത് മക്കളെ. ADയും EFും പാരലൽ അല്ലേ? ഇവിടെ നോക്കടാ, ഒരു 50 ഡിഗ്രീനെ കണ്ടോ? അതേപോലെ ഈ 50 ഡിഗ്രിയുടെ പൊസിഷൻ എവിടെ? ADയുടെ മുകളിൽ. അതുപോലെ CFന്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലേ? ഇവിടെയല്ലേ കിടക്കുന്നത്? അതുപോലെ നോക്ക്, ഈ EFD എന്ന് പറയുന്നതും EFന്റെ മുകളിലാണ്, CFന്റെ ലെഫ്റ്റ് സൈഡിലാണ്. ഇതാ കണ്ടോ, ഒരേ പൊസിഷനിലല്ലേ കിടക്കുന്നത്. ഇത് രണ്ടും സിമിലാരിറ്റീസിന്റെ പൊസിഷൻ ഒരുപോലെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? യെസ്, ഓഫ് കോഴ്സ് 50 ഡിഗ്രി ആയിരിക്കും. അതെ അതെ, അതാണ് ഇന്ദ്രജിത്ത്, കറക്റ്റ് ആണ്. ഓക്കെ, എന്റെ കയ്യിൽ എന്തുണ്ട്? പലതരം ആംഗിൾസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഏതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? 50 ഡിഗ്രി ഉണ്ട്. അതെന്താണ്? ഈ രണ്ട് ആംഗിളിന്റെ പേരെന്താണ് മക്കളെ? കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. ഇവിടെ എന്താണ്? ഒരേപോലെയാണ് കിടക്കുന്നത് അല്ലെ? മുകളിലാണ്, ഇയാളും മുകളിലാണ്. ഇവിടെ നമുക്ക് ഈ ലൈൻ കട്ട് ചെയ്ത ഭാഗത്തിന്റെ ലെഫ്റ്റ് സൈഡിലാണ്, ഈ നിൽക്കുന്ന താഴത്തുള്ള ഈ ആംഗിളും ലെഫ്റ്റ് സൈഡിലാണ്. ഇത് കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. ആകെ കൃഷ്ണ, കുറെ നേരം ഞാൻ ഇങ്ങനെ ഇരുന്നു, ഇനി ഞാൻ ഇങ്ങനെ ഇരിക്കാണ് അല്ലേ? ശരിക്കും സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നേ. തെറ്റാണ്. ഓക്കെ ആണല്ലോ? ഇത് മനസ്സിലായോ മക്കളെ? ഇത് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. കഴിഞ്ഞു. ഈ ആംഗിൾ എത്രയായിരുന്നു? 50 ഡിഗ്രി ആയിരുന്നു. എഴുതിയില്ലേ? ഓക്കെ ആണോ? യെസ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് നിർത്താം കേട്ടോ. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് നിർത്താം. നോക്കണേ, the figure PORS is a parallelogram. ഈ തന്നിട്ടുള്ള PQRS എന്ന് പറയുന്നത് എന്താണ് മക്കളെ? PQRS ഒരു പാരലലോഗ്രാം ആണ്. PQRS എന്ന് പറയുന്നത് പാരലലോഗ്രാം ആണ്. Find its other angles. ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ് ആംഗിൾ? ഇവിടെ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 50 ഡിഗ്രി ആണ്. ഈ തന്നിട്ടുള്ള ആംഗിൾ ഇത് 50 ഡിഗ്രി ആണ് എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ്, അടുത്ത് വരുന്ന ആംഗിൾസ് ആഡ് ചെയ്താൽ എത്ര കിട്ടും? ഏതോ ഒരാളെ ഞാൻ മറക്കരുത് എന്ന് പറഞ്ഞിരുന്നു. എത്രയായിരുന്നു മക്കളെ ആ ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ? യെസ് ആദിത്യൻ, ഗുഡ്. തീർത്ത എത്രയായിരുന്നു? ഹായാനെ എത്രയായിരുന്നു എന്ന് പറഞ്ഞേ. എത്രയായിരുന്നു ചാറ്റിലിട്ടെ? യെസ്, പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് എത്രയാണ് മക്കളെ? 180 ഡിഗ്രി ആയിരിക്കും സമ്മ് ചെയ്താൽ കിട്ടുക. ഇവിടെ 50 ഡിഗ്രി ഓൾറെഡി ഉണ്ട്. അപ്പൊ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ അഡ്ജസന്റ് എന്ന് പറയുന്നത്. അടുത്തുള്ള ആംഗിൾ. ഇതിന്റെ അടുത്തുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? 180യിൽ നിന്നും ഈ 50 കുറച്ചതായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 130 ഡിഗ്രി. തെറ്റാണോ? യെസ്, തെറ്റാണ്. ഇനി എന്ത് ചെയ്യാ? ഇതിന്റെ അഡ്ജസന്റ് ആണ് ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 130 എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് നോക്കിയാൽ മതി? ഈ ആംഗിളിന്റെ, അതായത് ഇവിടെ Q എന്ന് പറഞ്ഞ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആളല്ലേ? യെസ്, ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. P എന്ന് പറയുന്ന ആളുടെ ഓപ്പോസിറ്റ് ഉള്ള ആളല്ലേ ആർ? അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ അല്ലേ? പാരലലോഗ്രാമിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കണം. അവിടെ ആരെ സ്മരിക്കണം? എന്നെയല്ല സ്മരിക്കേണ്ടത്. 180 ഡിഗ്രി സം ഈക്വൽ ടു 180 ഡിഗ്രി. എന്തിന്റെ? അഡ്ജസന്റ് ആയിട്ടുള്ള ആംഗിൾസിന്റെ സം ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഓർത്തെടുക്കണം. സെറ്റാണോ? പാരലലോഗ്രാമിൽ ആരുണ്ട്? 180 ഉണ്ട്. കോ ഇന്റീരിയറിലും കോ എക്സ്റ്റീരിയറിലും സമ്മിൽ ആരുണ്ട്? 180 ഉണ്ട്. ലീനിയർ പെയറിലും ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസിന്റെ സമ്മിലും ആരുണ്ട്? 180 ഉണ്ട്. അപ്പൊ 180 ഇല്ലാത്തൊരു കളി ഇല്ല മക്കളെ. 180 ഉണ്ട്. മനസ്സിലായോ? ആയവരൊക്കെ ഒന്ന് തലയാട്ടിക്കേ. യെസ്, മനസ്സിലായിട്ടുണ്ട് മക്കളെ.
Draw a parallelogram whose adjacent sides, adjacent എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള sides are 6 cm and 5 cm. Between them is 70 degree. അപ്പൊ എങ്ങനെ വരയ്ക്കണം എന്ന് മിസ് പറഞ്ഞു തരാം. എന്റെ മക്കൾ നോക്കിയോളൂ. എന്ത് ചെയ്യണം? 6 മഞ്ചുമാണല്ലേ, 6 മഞ്ചും. എന്ത് ചെയ്യാ? സ്കെയിൽ എടുക്കുക, വരച്ചോളൂ. 6 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചോളൂ. 6 സെന്റിമീറ്ററിൽ ഒരു വര വരച്ചോളൂ. നമ്മളോട് പറഞ്ഞ പാരലലോഗ്രാം എങ്ങനെയാ? 6 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും അഡ്ജസെന്റ് ആയിട്ട് വരണം എന്നാണ് പറഞ്ഞത്. അഡ്ജസെന്റ് ആയിട്ട് വരണം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണമെടാ? ഇങ്ങനെ 6 സെന്റിമീറ്റർ വരയ്ക്കുക. ഇതാണ് നമുക്ക് വരേണ്ട ഷേപ്പ്. ഇതിന്റെ ബിറ്റ്വീൻ ദം, ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത്, ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ നോക്കണേ, ഇവിടെ 70 ഡിഗ്രി വരണം. ആദ്യം 6 സെന്റിമീറ്റർ വരയ്ക്കുക. പ്രൊട്രാക്ടർ എടുത്ത് ഇവിടെ വെച്ചോളൂ. പ്രൊട്രാക്ടറിന്റെ സെന്റർ പാർട്ട് എടുത്ത് എവിടെ വെക്കണം? ഈ ഒരു എൻഡില് വെക്കണം. ഈ ഒരു എൻഡില് സെന്റർ കറക്റ്റ് ആയിട്ട് വെക്കണം. വളഞ്ഞു പോവരുത്. ഡാരിയാ, ഇതെങ്ങനെ പഠിക്കും മുത്തേ? എന്ത് ചെയ്യും? നോക്കാം. വെയിറ്റ്. ഓക്കെ ആണല്ലോ? എന്നിട്ട് എന്ത് ചെയ്യും മക്കളെ? പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. ഈ സൈഡിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? 70 ഡിഗ്രി മാർക്ക് ചെയ്യാൻ. ഇവിടുന്ന് 0, 10, 20, 30 നേരെ വരച്ചോളൂ. 70 ഡിഗ്രി മാർക്ക് ചെയ്യാ. യെസ് ആർദ്ര, കറക്റ്റ് ആട്ടോ. മറ്റേ സൈഡിൽ, ഈ സൈഡിൽ അങ്ങനെ തന്നെയാ വയ്ക്കുക. കറക്റ്റ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം. സ്കെയില് വെക്കുക. 5 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുക. മക്കളെ, വരയ്ക്കാനുള്ളത് ശ്രദ്ധിക്കണം. 6 സെന്റിമീറ്റർ വരച്ചു. പ്രൊട്രാക്ടർ വെച്ച് ഇങ്ങോട്ടേക്ക് നമ്മൾ 70 ഡിഗ്രി മാർക്ക് ചെയ്തു. 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്യാ? ഈ എൻഡില് നിങ്ങളുടെ പ്രൊട്രാക്ടർ വെക്കുക. ജൈന വരയ്ക്കുന്നില്ലല്ലോ. ജൈന ശ്രദ്ധിക്കുന്നില്ലല്ലോ ക്ലാസ്സിൽ. ഓക്കെ, ഞാൻ മറന്നുപോയി. യെസ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ എത്ര മാർക്ക് ചെയ്യണടാ? ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ, എടാ ഒരു മിനിറ്റ്, ഞാൻ മുമ്പ് ഒരാളോട് 130 ഡിഗ്രി കറക്റ്റ് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയല്ല. ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് ഒന്നെങ്കിൽ 110 ഡിഗ്രി, 110 ഡിഗ്രി മാർക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും 70 ഡിഗ്രി മാർക്ക് ചെയ്യണം. അതിലാണ് നല്ലത് എന്ത് ചെയ്യുക? ടോട്ടൽ ആംഗിളിന്റെ സം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് 110 ആണെന്ന് അറിയില്ലേ? ഇവിടെ 70 ആണെങ്കിൽ അടുത്ത ആംഗിൾ ഇവിടുന്ന് എന്ത് ചെയ്യുക? 180 മൈനസ് 70 ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മെഷർമെന്റ് എടുക്കുക. ഈ സൈഡിൽ നിന്ന് 0, 10, 20, 30 അങ്ങനെ വരുന്ന രീതിയിൽ 110 ഡിഗ്രി എടുക്കുക. അപ്പൊ എങ്ങനെ വരും? 6 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. ഇതിന്റെ ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് 70 ഡിഗ്രി. ഇവിടെ എത്ര വരും? 110 ഡിഗ്രി. ജസ്റ്റ് ഇവിടെ 5 സെന്റിമീറ്റർ, ഇവിടെ 6 സെന്റിമീറ്റർ. ജസ്റ്റ് എന്ത് ചെയ്യാ? ഈ ലൈൻസ് ജോയിൻ ചെയ്ത് വരയ്ക്കും. ഓക്കെ ആണോ? വരച്ചോ? യെസ്. ഓക്കെ. തീർത്ത വളഞ്ഞു പോയിട്ടുണ്ടല്ലോ മുത്തേ. ഒന്നുകൂടി ശരിയാവാനുണ്ടല്ലോ. ഇത് 110 ഇല്ല, നീ വരച്ചില്ലേ? 110 നമ്മൾ ഈ ഭാഗത്തുനിന്ന് മെഷർ എടുക്കണം. 70 നമ്മൾ ഈ ഭാഗത്തുനിന്ന് മെഷർ എടുക്കണം. നമ്മുടെ ലൈൻ വരുന്ന ഭാഗത്തുനിന്ന് മെഷർമെന്റ് എടുക്കണം. ഓക്കെ ആണല്ലോ? മനസ്സിലായോടാ? മനസ്സിലായോ?
ഓക്കെടാ. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിത് എക്സാമിൽ ഒരു ട്രിക്കി ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് നിങ്ങളുടെ ചാപ്റ്ററിൽ ശരിക്കും കിടക്കുന്നതല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടതുകൊണ്ട് പറഞ്ഞുതരികയാണ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താണെന്നൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? താങ്ക് യു ആർദ്ര, താങ്ക് യു. ശ്രദ്ധിക്കേ, വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ്. നമുക്ക് വേറൊന്നും അറിയില്ല. ഒരു ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ 130 ആണെന്ന് അറിയാം. എയ്തർ നോക്കണേ, ഒന്നെങ്കിൽ ഈ ആംഗിൾ എത്ര വരാം? 30 ഡിഗ്രി വരാം. ഈ ആംഗിൾ എത്ര വരാം? 20 ഡിഗ്രി വരാം. ഏത് ആംഗിളും വരാം. കാരണം ടോട്ടൽ സമ്മ 180 കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആംഗിളിനെ എങ്ങനെയും അറേഞ്ച് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ 25 കൊടുക്കാം, ഇവിടെ വേണമെങ്കിൽ 25 കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ആംഗിളിനെ വരക്കാം. അത് എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇവിടെ 25 കൊടുക്കാം, മറ്റൊടുത്ത് 25 കൊടുക്കാം. വൺ 30 ഡിഗ്രി ആണെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഈ 130 ഡിഗ്രിനെ നമുക്ക് ഏത് വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. ഏത് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം? കാരണം നമ്മളോട് ഒരു ആംഗിൾ മാത്രമേ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇത് 130 ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും സം ചെയ്താൽ 50 കിട്ടണം. കാരണം 130 പ്ലസ് 50 ആണ് 180 കിട്ടേണ്ടത്. അപ്പൊ ഇത് നമുക്ക് ഒന്നെങ്കിൽ 30 ഡിഗ്രിയിൽ വരയ്ക്കാം, 20 ഡിഗ്രിയിൽ വരയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 130 എടുത്തിട്ട് ഇത് 25 വരയ്ക്കാം, ഇത് 25 വരയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിലോ 130 വരച്ചിട്ട് ഇത് 130 വരച്ചിട്ട് ഇത് 10 വരയ്ക്കാം, ഇത് 40 വരയ്ക്കാം. ഏത് രീതിയിലും നമുക്ക് വരയ്ക്കാം. സെറ്റ് ആണല്ലോ? മനസ്സിലായല്ലോ? യെസ്, ഓക്കെ ആണ്. മക്കൾ ഇനി ശ്രദ്ധിച്ചോ. Then the angle made by the angle bisectors of other two angles. ഈ 130 മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള രണ്ട് ആംഗിൾസിന്, ബാക്കി ഏത് ആംഗിൾ ആയിക്കോട്ടെ, അതിന് നമ്മൾ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ബാക്കി രണ്ട് ആംഗിളിനെ നേരെ പകുതിയാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തറിയോ ചെയ്യേണ്ടത്? 5 ക്യാമറ ഓഫ് ആക്കി കേട്ടാ പോണേ. നോക്കണേ, നോക്കണേ, 130 ഡിഗ്രി ഇവിടെ എന്തുണ്ടടാ? ഇവിടെ ഞാൻ ഇത് ഒരു എക്സാമ്പിൾ, ഇത് 30 ഡിഗ്രിയും ഇത് 20 ഡിഗ്രി എടുത്തു. ഈ 30 ഡിഗ്രി നേരെ പകുതിയാക്കുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 15 ഡിഗ്രി കിട്ടൂലേ? ഈ 20 ഡിഗ്രിനെ നേരെ പകുതിയാക്കുമ്പോൾ ഇവിടെ 10 ഡിഗ്രി കിട്ടൂലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ 15 ഡിഗ്രിയും ഇവിടെ നമ്മൾ എടുത്ത 15 ഡിഗ്രിയും അതേപോലെ തന്നെ 10 ഡിഗ്രിയും നേരെ പകുതിയാക്കിയപ്പോൾ കിട്ടിയ 15 ഡിഗ്രിയും 10 ഡിഗ്രിയും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രയാങ്കിൾ മേക്ക് ചെയ്യുന്നത്. അപ്പൊ ട്രയാങ്കിൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ എങ്ങനെയോ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. അതിന്റെ ഈ ആംഗിൾ 15 ഡിഗ്രിയും ഈ ആംഗിൾ 10 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? എത്രയാ? 15 പ്ലസ് 10 ചെയ്യാ. എത്ര കിട്ടി? 25 എന്ന് കിട്ടി. ഈ 25നെ 180യിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്തു. 5 വരും. 7 എന്ന് 2 പോയാൽ 5 വരും. അപ്പൊ ഈ ആംഗിൾ എത്ര വരും? 155 ഡിഗ്രി എന്ന് വരും. മനസ്സിലായോ? മനസ്സിലായോ? ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്തു, രണ്ട് ആംഗിളിനെ ബൈസെക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾ എന്ത് ചെയ്യാ? ഏത് ആംഗിളും ആവാം. അതിനെ ബൈസെക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്ര വരും എന്നാണ് കണ്ടുപിടിക്കാൻ വരിക. ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട് അതിന്. എന്റെ മക്കൾ ഈ ഇക്വേഷൻസ് ഒന്ന് നോക്കിയേ. എന്ത് ചെയ്യാറിയോ? അങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കാൻ തന്നു കഴിഞ്ഞാൽ 90 ഡിഗ്രി എഴുതുക. എന്നിട്ട് തേർഡ് ആംഗിൾ നമുക്ക് തന്നിട്ടുള്ള ആംഗിളിനെ നേരെ പകുതിയാക്കുക. തന്നിട്ടുള്ള ആംഗിളിനെ നേരെ പകുതിയാക്കുക, ആഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? തേർഡ് ആംഗിളിനെ നേരെ പകുതിയാക്കുക, എന്നിട്ട് ഈ 90യുടെ കൂടെ ആഡ് ചെയ്യുക. 90 പ്ലസ് ഇതെല്ലാവരും ഒന്ന് എഴുതിയെടുത്തേ മക്കളെ. ഇതൊരു സൂത്രവാക്യാണ്. ഇതെല്ലാവരും ഒന്ന് എഴുതിയെടുത്തേ. ഇതൊരു ബോക്സിലാക്കി എഴുതിയെടുത്തേ. എഴുതിയെടുത്തോ? ഇത് മാത്രം എഴുതിയാൽ മതി. കഴിഞ്ഞു.
ഏറ്റവും ലാസ്റ്റ് ഉള്ള സ്ലൈഡ്. ഓക്കെ ഓക്കെ, താങ്കു താങ്കു താങ്കു. എടന്മാരെ എടികളെ, എല്ലാ മക്കളും എഴുതിയോ? എന്റെ മക്കൾ എഴുതിയോ? യെസ്, ഫിനിഷ്ഡ്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ എല്ലാവരും പാരന്റ്സിനെ വിളിച്ചോ. പാരന്റ്സിന്റെ മുമ്പ് എന്താണ് നമ്മൾ എന്ത് എഴുതുന്നത്? എക്സാം എഴുതുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി അടിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് എങ്ങനെ കാണാൻ പറ്റും? യെസ്, ഓക്കെ 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 ശിവഗംഗ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരട്ടെ. ഫൈഹ പറ. എനിക്ക് 3 question ಇದೆ. In the figure A, B is parent. Third activity ഇല്ലേ? തേർഡ് ആക്ടിവിറ്റിയില് അതിന്റെ C ആൻസർ എന്താണ്? ദിസ് വൺ, ഇതാണ് ഇത് സിയും ബിയും ആൻസർ ചെയ്യണം. ആംഗിൾ ബി ഡി സി. ബി ഡി സി എത്രയാ നീ പറ. എനിക്ക് അത് കിട്ടിയില്ല. ഫസ്റ്റ് ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നത് ഇത് 60 ആണെന്ന് കിട്ടിയില്ലേ? ഇത് 70 ആണെന്ന് കിട്ടിയില്ലേ? അപ്പൊ ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ 180 അല്ലേ കിട്ടേണ്ടത്? അപ്പൊ 180 മൈനസ് 60 പ്ലസ് 70 കിട്ടിയോ? അപ്പൊ സീന്റെ ആൻസർ 70 അല്ലേ? പിന്നെ എനിക്ക് ഫോർത്ത് ആക്ടിവിറ്റി. മക്കളെ ഒരു മിനിറ്റ്, എല്ലാവരും എന്ത് ചെയ്യൂ? ഫോർത്ത് ആക്ടിവിറ്റി ദിസ് വൺ. വരച്ചതാണോ? ഓക്കെ, ക്വസ്റ്റ്യൻ തരട്ടെ മക്കളെ. എല്ലാരും റെഡിയാണോ എഴുതാൻ? തെറ്റിക്കരുത് ആരും തെറ്റിക്കരുത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ തരികയാണ് കേട്ടോ, എഴുതണേ. എഴുതിക്കോ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാവരും എഴുതിക്കോളൂ. ശ്രേയ, ലിഥിയ, ഫൈഹ, ആൽബി എല്ലാവരും ഇപ്പൊ എക്സാം എഴുതൂ കേട്ടോ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതൂ. എന്നിട്ട് മിസ് എന്ത് ചെയ്യാ? ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ എന്ത് ചെയ്യാ? എല്ലാത്തിനും ഓരോ മാർക്ക് വെച്ചിട്ടുണ്ടാണ്. 5 മാർക്കിന്റെ ഒരു ആക്ടിവിറ്റി അല്ലേ? ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 1 മാർക്ക്. അപ്പൊ കറക്റ്റ് ആയിട്ട് തെറ്റിക്കാതെ എഴുതുന്നവർക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചതാണല്ലോ. അപ്പൊ നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാലും മതി. കറക്റ്റ് നമ്പർ ഇട്ട് എഴുതണേ. ഫൈവ് മിനിറ്റ്സിന്റെ എക്സാം ആട്ടോ, പെട്ടെന്ന് ചെയ്യാം. ഒറ്റ ക്വസ്റ്റ്യൻ ഉള്ളു, സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ ചെയ്തതാണ്, പറഞ്ഞു തന്നതാണ്. യെസ്, ആൻസർ കീ കാണിക്കും. നിങ്ങൾ അപ്പൊ തന്നെ വാല്യൂ ചെയ്യണം. അൻവിക എന്തായിരിക്ക? എവിടെ നോക്കി എഴുതുന്നേ? കറക്റ്റ് തന്നെയല്ലേ? ഇങ്ങോട്ട് തന്നെ നോക്കിട്ടല്ലേ എഴുതുന്നേ? എല്ലാവരും എഴുതൂ. ബദ്രിനാഥ് എഴുതുന്നില്ലേ? വേഗം എഴുത്.
എഴുതൂ എഴുതൂ, വേഗം എഴുതൂ. കഴിഞ്ഞോ മക്കളെ? എക്സാം എഴുതി കഴിഞ്ഞവരൊന്ന് യെസ് പറഞ്ഞേ. യെസ്, ഓക്കെ ആണ്. കഴിഞ്ഞ? യെസ്, ഓക്കെ. ഒരു മിനിറ്റും കൂടെ മിസ് തരാവേ. വേഗം ഒരു മിനിറ്റും കൂടെ തരാം. ഓക്കെ, എഴുതി കഴിഞ്ഞില്ലേ? അഭിഷ, എങ്ങോട്ടെങ്കിലും മറിച്ചു നോക്കിയതുണ്ടാ? യെസ്, ഓക്കെ. ഓൾ ഓഫ് യു പ്ലീസ് സ്റ്റോപ്പ് റൈറ്റിംഗ്. ഞാൻ ആൻസർ പറയാൻ പോവാണേ. എല്ലാത്തിനും ഓരോ മാർക്ക് വെച്ചിട്ട്, ഒക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ. 1 1 1 വെച്ചിട്ടാണ്. എല്ലാവരും എന്ത് ചെയ്യണം? പാരന്റ്സിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? മാർക്ക് അയക്കാൻ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്, ഓൾ ഓഫ് യു പ്ലീസ് സ്റ്റോപ്പ് റൈറ്റിംഗ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ആൻസർ പറയാൻ പോവാണ്. ഡി പി ക്യു എന്ന് പറയുന്നത് 110 ഡിഗ്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. രണ്ടാമത്തെ ആംഗിൾ ഡി പി ക്യു എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ഡി പി ക്യു എന്ന് പറയുന്നത് ആംഗിൾ ബി ക്യു എഫ്. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു മാർക്ക്. ഓൾട്ടർനേറ്റ് ആംഗിൾ ഓഫ് എ പി ഡി എന്ന് പറയുന്നത് ഇ ക്യു ബി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആംഗിൾ ഇ ക്യു ബി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. എഴുതിയിട്ടുണ്ടോ? യെസ്. ഡി ക്യു എഫ് എന്ന് പറയുന്ന ആംഗിൾ 30 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ആംഗിൾ പി ക്യു എഫ് എന്ന് പറയുന്നത് 70 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്ത മാർക്ക്. അപ്പൊ നോക്കുക, എന്റെ ആൻസർ 110, ബിയുടെ ആൻസർ ആംഗിൾ ബി ക്യു എഫ്, സിയുടെ ആൻസർ ആംഗിൾ ഇ ക്യു ബി. രണ്ടെണ്ണം വന്നണം. ആംഗിൾ ഇ ക്യു ബി. ഡിയുടെ ആൻസർ 30 ഡിഗ്രി, ഇയുടെ ആൻസർ 70 ഡിഗ്രി. ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ 5 ഔട്ട് ഓഫ് 5 കിട്ടണം. ഓക്കെ നീര, ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? അപ്പൊ ഇനി പാരലൽ ലൈൻസ് എന്ന ചാപ്റ്റർ എല്ലാവരും പഠിക്കുക. പഠിക്കുമ്പോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മിസ്സിനോട് ചോദിക്കണം, പഠിക്കണം. സെറ്റ് ആണല്ലോ? ഇനി ഇന്നെടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നിൽക്കുക, അല്ലാത്തവർ എന്ത് ചെയ്യുക? മാർക്ക് ലിസ്റ്റ് മിസ്സിന് അയച്ചു തരണേ, മറക്കരുത്. ഓക്കെ, ഇന്ന് എഴുതിയ ആക്ടിവിറ്റിന്റെ മാർക്ക് എന്ത് ചെയ്യണം? അയച്ചു തരണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഡൗട്ട് ഉള്ളവർ നിന്നോളൂ, അല്ലാത്തവർ എന്ത് ചെയ്തോളൂ? ലീവ് ചെയ്തോളൂ മക്കളെ. റൈമാനെ, റൈമൻ ചെയ്തോ? റൈമൻ ഇപ്പൊ വന്ന് പോയല്ലോ. റൈമൻ, റൈമൻ ചെയ്തേ.
ഹലോ ഓക്കെ 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 എടാ എല്ലാവരും ശ്രദ്ധിക്കൂ, ഡൗട്ട് ഉള്ളവർ നിൽക്കൂട്ടോ. എല്ലാത്തിനും എന്ത് ചെയ്തോളൂ, ലീവ് ചെയ്തോളൂ മക്കളെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എന്ത് ചെയ്യാ, നന്നായിട്ട് ഓൺ എക്സാമിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യാ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉള്ള നിൽക്കുക. മിസ് ഇപ്പൊ വരാട്ടോ, ഒന്നും ബൈ പറഞ്ഞിട്ട് വരാം, വൈകിട്ട് വരാം. ബൈ.